സ്റ്റോറി മന്ദിരത്തിലേക്ക് സ്വാഗതം. ഇന്നലെയോ ഇന്നോ ഭാഗം 6. അരുൺ തോമസിനോട് ഈശയ്ക്ക് വെറുപ്പല്ല തോന്നിയത്, വിദ്വേഷവുമല്ല, സഹതാപമായിരുന്നു. സോറി, എനിക്ക് ഈ സംസാരം തുടരാൻ താല്പര്യമില്ല, അവൾ പെട്ടെന്ന് പറഞ്ഞു. അവൾ നിഷ്കരണം കോള് കട്ട് ചെയ്യുമെന്ന് അയാൾക്ക് പെട്ടെന്ന് മനസ്സിലായി. പ്ലീസ് ഇഷ, ഐ വോണ്ട് ടു ടോക്ക് ടു യു. ഫോൺ വെക്കരുത്. അരുൺ, നിങ്ങൾ നല്ലൊരു സുഹൃത്താണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എനിക്ക് തെറ്റി. ഒരു സാധാരണ കേരളീയ യുവാവിനെ പോലെ നിങ്ങൾ സ്വയം താഴുകയാണ്. നിങ്ങൾക്ക് എന്നോട് സിമ്പതി, എനിക്കൊരു ജീവിതം തരാൻ ആശ, എന്റെ ഗർഭത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ത്യാഗം. എനിക്കിതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഇഷ എന്നെ തെറ്റിദ്ധരിച്ചു. ഇഷ വിചാരിക്കുന്ന ആളല്ല ഞാൻ. ചീപ്പ് സെന്റിമെന്റ്സിന് അടിമയുമല്ല. ഐ എം സീരിയസ്, റിയലി സീരിയസ്. സോറി അരുൺ, ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. ഇനി എന്നോട് ഇക്കാര്യം സംസാരിക്കരുത്. ഇഷ കോള് കട്ട് ചെയ്തു. അരുൺ തോമസ് വീണ്ടും അവളെ വിളിച്ചു. പക്ഷെ അവൾ കോൾ എടുത്തില്ല. എവിടെ ചെന്നാലും മനസ്സമാധാനം കിട്ടുകയില്ല. ഒന്നൊഴിയുമ്പോൾ മറ്റൊരു കുരുക്ക കഴുത്തിൽ വീഴും. ഉടൻ തന്നെ അവൾ ജമുനയെ വിളിച്ചു. എന്തെടുക്കുകയാ നീ? ഞാൻ ഡിന്നർ കഴിക്കുകയാണ്. ജമുനയുടെ മറുപടി. ഡിന്നർ? അവൾ പുറത്തെവിടെങ്കിലും ആയിരിക്കുമോ എന്ന് ഇഷ സംശയിച്ചു. ജമുന ചിരിച്ചു. ഏയ്, ഞാൻ ഫ്ലാറ്റിലാണ്. പാഴ്സൽ വാങ്ങിക്കൊണ്ട് വന്ന പിസ്സ ഒറ്റയ്ക്കിരുന്ന് കഴിക്കുന്നു. പതിവ് പോലെ കോഫി മഗ് മാത്രം കൂട്ടിനുണ്ട്. കോഫി മഗ് നിറയെ ആവി പറക്കുന്ന കാപ്പിയുമായി ടേബിളിനടുത്ത് ഒറ്റയ്ക്കിരുന്ന് പിസ്സ കഴിക്കുന്ന ജമുനയുടെ ചിത്രം മനസ്സിൽ വരയ്ക്കാൻ അവൾക്കൊട്ടും പ്രയാസം വന്നില്ല. 29 വയസ്സുണ്ട് അവൾക്ക്. 4 വർഷം മുമ്പ് വിവാഹം കഴിച്ചു. അയാൾ ഡോക്ടറായിരുന്നു. 1 കൊല്ലം പോലും നീണ്ടില്ല ആ ദാമ്പത്യം. പരസ്പരം പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാതെ അവർ നിയമപരമായി വേർപിരിഞ്ഞു. ഇനിയൊരു വിവാഹ ജീവിതത്തെക്കുറിച്ച് ജമുന ചിന്തിക്കുന്നില്ല. പക്ഷെ അവൾക്ക് 2-3 ആൺസുഹൃത്തുക്കളുണ്ട്. നീ എന്താ ഇപ്പം വിളിച്ചേ? ഒരു തമാശയുണ്ടായി, ഇഷ പറഞ്ഞു. എന്ത് തമാശ? വളരെ സിമ്പിളായി തമാശയെന്ന് ഞാൻ പറഞ്ഞെങ്കിലും സത്യത്തിൽ അതല്ല. കുറച്ചു മുമ്പ് അരുൺ തോമസ് എന്നെ പ്രപ്പോസ് ചെയ്തു. റിയലി? അത്ഭുതമൊന്നുമില്ലായിരുന്നു ജമുനയുടെ സ്വരത്തിൽ. അവൾ ഇത് നേരത്തെ ചിന്തിച്ചതുപോലെ. അയാൾ സീരിയസ് ആണ് ജമുന. അയാൾ എന്നെ കൊണ്ടുപോയത് വീട് കാണിക്കാൻ മാത്രമായിരുന്നില്ല, എന്നെ മമ്മിക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനായിരുന്നു. അപ്പോൾ നമ്മുടെ നിഗമനങ്ങൾ കുറച്ചൊക്കെ ശരിയായിരുന്നു. അതെ. നീ എന്തു പറഞ്ഞു? ഞാനൊരു പോസിറ്റീവ് റിപ്ലൈ കൊടുക്കുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ഇഷ ചോദിച്ചു. ഇല്ല, നീ എന്തു മറുപടി കൊടുത്തു എന്നാണ് എനിക്കറിയേണ്ടത്. എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്റെ സ്റ്റാൻഡാണ് ശരി. ഒരു പക്ഷേ നീ ഫ്രീ ആയി കഴിഞ്ഞാൽ, അയാളുടെ ഇഷ്ടം ജെനുവിനാണെങ്കിൽ. നാളത്തെ കാര്യം നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ നടക്കുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ. മാത്രമല്ല, ഞാൻ ഇനി ഡ്രീം ഹൗസ് അപ്പാർട്ട്മെന്റിൽ കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുമില്ല. വൈ? ജമുന ചോദിച്ചു. അയാളെ ഇടയ്ക്കിടയ്ക്ക് കാണേണ്ടി വരും. അതത്ര സുഖമുള്ള കാര്യമായിരിക്കില്ല. ഐ അണ്ടർസ്റ്റാൻഡ്. പക്ഷേ നീ വീട്ടിൽ തന്നെ കുത്തിയിരിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കേട്ടിടത്തോളം ഡ്രീം ഹൗസ് അപ്പാർട്ട്മെന്റ് എന്ന ഫേം, അവിടുത്തെ നേച്ചർ ഓഫ് വർക്കും നിനക്ക് സ്യൂട്ടബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. ശരിയല്ലേ? ശരിയാണ്. സോ ഹാവ് എ സെക്കൻഡ് തിങ്കിങ്. ആലോചിക്കാം. അതിരിക്കട്ടെ, സുദീപിന്റെ വല്ല വിവരവുമുണ്ടോ? ഇവിടെ പ്രത്യേകിച്ച് ഒന്നും പറയുന്നത് കേട്ടില്ല. ഇനി 4 മാസം കഴിഞ്ഞ് അവൻ വരും അല്ലേ? ജമുന ചോദിച്ചു. അങ്ങനെയാണ് കേട്ടത്. അവൻ വരുമ്പോൾ നീ ആ വീട്ടിലുണ്ടാവണം. അതുകൊണ്ട് തൽക്കാലം അരുൺ തോമസ് പുറത്തു നിൽക്കട്ടെ. ഞാൻ പിന്നെ വേറൊരു ന്യൂസ് അറിഞ്ഞു. സിറിൽ ഇവിടുന്ന് പോവാണ്. അവന് ചെന്നൈയിലുള്ള ഏതോ കമ്പനിയിൽ ജോലി ശരിയായിട്ടുണ്ട്. അവൻ നിന്നെ വിളിച്ചോ? ഇല്ല, നമ്മുടെ സന്ദീപാണ് പറഞ്ഞത്. ഇൻഫോസിസിലെ സന്ദീപ് എന്തായാലും തിരിച്ച് ഇങ്ങോട്ട് തന്നെയാണല്ലോ വരുന്നത്. അതിനു മുമ്പ് ബാംഗ്ലൂർ വിടാനുള്ള ഉദ്ദേശമാണെന്ന് തോന്നുന്നു. സുദീപും സിറിലും തിക് ഫ്രണ്ട്സ് ആയിരുന്നു. ഇപ്പോഴോ ശത്രുക്കളും. ദൈവത്തിന്റെ ഓരോ കളികൾ. ഇഷ നെടുവീർപ്പിട്ടു. നീ വെച്ചോ, എനിക്ക് വേറൊരു കോള് വരുന്നുണ്ട്. ഗുഡ് നൈറ്റ്, ജമുന പറഞ്ഞു. പിറ്റേന്ന് രാവിലെ വെറുതെ ഇരിക്കുമ്പോഴാണ് വാതിലിൽ മുട്ടുകേട്ടത്. സബിതയല്ലാതെ മുകളിലേക്ക് ആരും വരാറില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൃഷ്ണനുണ്ണിയും. ഇഷ ചെന്ന് വാതിൽ തുറന്നു. സബിതയാണ്. വിശപ്പൊന്നുമില്ലേ? പുഞ്ചിരിയോടെ അവൾ ചോദിച്ചു. അതിന് സമയം നേരമായില്ലല്ലോ എന്ന മട്ടിൽ ഇഷ അവളെ നോക്കി. 9 കഴിഞ്ഞു. അച്ഛനും അമ്മയും കഴിച്ചിട്ട് പോയി. ശ്രുതി വാ, ഉണ്ണിയേട്ടൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇഷ അവളോടൊപ്പം നടന്നു. കൃഷ്ണനുണ്ണി ഡൈനിങ് റൂമിലുണ്ടായിരുന്നു. അവൾ ചെന്ന് എതിർവശത്തെ കസേരയിലിരുന്നു. ഡ്രീം ഹൗസ് എങ്ങനെയുണ്ട്? 2 ദോശയെടുത്ത് പ്ലേറ്റിലേക്ക് വെച്ചുകൊണ്ട് അയാൾ ചോദിച്ചു. കുഴപ്പമില്ല.
അവൾ എങ്ങും തൊടാതെ പറഞ്ഞു. പേരും പ്രശസ്തിയുമുള്ള സ്ഥാപനമാണ്. ജോലിയിൽ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ ഡോക്ടർ സമ്മതിക്കുന്ന കാലം വരെ വർക്ക് ചെയ്തത് തെറ്റില്ല. വെട്ടിലായതുപോലെ അവൾക്ക് തോന്നി. റീഹംസ് അപ്പാർട്ട്മെന്റിലെ ജോലി കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് ഇനി എന്ത് കാരണം കാണിച്ചാണ് അത് വേണ്ടെന്ന് വെക്കുക? ഇനി അങ്ങോട്ട് പോകുന്നില്ലെന്ന് ആദ്യം തന്നെ പറഞ്ഞാൽ മതിയായിരുന്നു. ഒരു ജഗ്ഗിൽ ചായയുമായി സബിത വന്നു. അവൾ 3 കപ്പുകളിലേക്ക് ചായ പകർന്നു. ഞാൻ ഇന്ന് ലീവാണ് ചേച്ചി, ടിഫിൻ എടുക്കണ്ട, അവൾ പറഞ്ഞു. എന്തുപറ്റി? സബിതയും കൃഷ്ണനുണ്ണിയും ഒന്നിച്ച് അവളുടെ നേർക്കു നോക്കി. നല്ല സുഖം തോന്നുന്നില്ല. അവൾ ഒരു കാരണം കണ്ടുപിടിച്ചു. അതും അബദ്ധമായെന്ന് അടുത്ത നിമിഷം തന്നെ അവൾക്ക് മനസ്സിലായി. നമുക്ക് ദർശനെ കാണാൻ പോയാലോ? പെട്ടെന്ന് സബിത ജാഗരോഗിയായി. ഏയ്, അതിനു മാത്രമൊന്നുമില്ല. ഒരു മൂഡ് തോന്നില്ല, അത്രയുള്ളൂ, ഒരു മടി. താൻ പറഞ്ഞത് കൃഷ്ണനുണ്ണി വിശ്വസിച്ചില്ലെന്ന് അയാളുടെ മുഖം കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി. താങ്ങാനാവാത്ത ജോലിഭാരമുണ്ടോ അവിടെ? അയാൾ തിരക്കി. ജോലിയെ കുറവാണ്, അതാണ് എൻ്റെ പ്രോബ്ലം. കസ്റ്റമേഴ്സിന്റെ പ്രോബ്ലംസ് അഡ്രസ് ചെയ്യുക എന്നതാണ് ജോലി. കസ്റ്റമേഴ്സ് കാര്യമായി കംപ്ലൈൻറ്റ്സുമായി വരുന്നില്ല, പിന്നെ ഞാൻ എന്തു ചെയ്യും? എന്നാലും സ്വകാര്യ സ്ഥാപനമല്ലേ, നമ്മൾ എന്നും ചെല്ലണം. വീട്ടിലിരിക്കുന്നതിന് അവർ ശമ്പളം തരില്ല, കൃഷ്ണനുണ്ണി പറഞ്ഞു. എന്തായാലും ഞാൻ ഇന്ന് പോകുന്നില്ല ഉണ്ണിയേട്ടാ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് സബിത സ്കൂളിലേക്കും കൃഷ്ണനുണ്ണി ഓഫീസിലേക്കും പോയി. ബാഗിലുണ്ടായിരുന്ന ഒരു പഴയ പേപ്പർ ബാഗ് എടുത്തു വെച്ച് വായിച്ച് ഇഷ സമയം നീക്കി. ഉച്ചയായപ്പോൾ അരുൺ തോമസിന്റെ വിളി വന്നു. കോൾ എടുക്കണോ എന്ന് അവൾ ഒരു നിമിഷം ആലോചിച്ചു. പിന്നെ എടുത്തു. എന്താണ് പറയാനുള്ളതെന്ന് അറിയാമല്ലോ. എന്താണ് ഇഷയെന്ന് ഓഫീസിൽ വരാഞ്ഞത്? ഞാൻ ഇനി അങ്ങോട്ടേക്കില്ല, റെസിഗ്നേഷൻ ലെറ്റർ നാളെ മെയിൽ ചെയ്യുന്നുണ്ട്, അവൾ പറഞ്ഞു. ഞാൻ കാരണമാണോ? നോ, റീസൺ തികച്ചും പേഴ്സണലാണ്. അങ്ങനെയൊരു തീരുമാനമെടുക്കരുത്, അതെന്നെ വല്ലാതെ ഹേർട്ട് ചെയ്യും. ഞാൻ ഇതുവരെ മനഃപൂർവ്വം ആരെയും ദ്രോഹിച്ചിട്ടില്ല, വേദനിപ്പിച്ചിട്ടില്ല. ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞു. ഇഷയ്ക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല, ദാറ്റ്സ് ഓൾ. നമ്മളത് മറന്നുകളയുന്നു. അവൾ മിണ്ടിയില്ല. എനിക്ക് ശരിക്കും കുറ്റബോധമുണ്ട്. തെറ്റ് എന്റെ ഭാഗത്താണ്, ഞാനത് മനസ്സിലാക്കുന്നു. ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഞാൻ കാരണമാണ് ഇഷ ഇവിടെ ജോയിൻ ചെയ്തത്. 1 മാസം തികയും മുമ്പേ ഇഷ റിസൈൻ ചെയ്തു പോയാൽ എന്റെ ക്രെഡിബിലിറ്റിയാണ് ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്നത്. ദയനീയമായ അഭ്യർത്ഥനയായിരുന്നു അത്. അയാളെ നിരാശപ്പെടുത്താൻ എന്തുകൊണ്ടോ അവൾക്കപ്പോൾ മനസ്സ് വന്നില്ല. അരുൺ, എന്റെ അവസ്ഥ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് എന്നെക്കുറിച്ച് ഇങ്ങനൊരാഗ്രഹമുണ്ടായത്. എനിക്കറിയാം. ഇല്ല, ഞാൻ പ്രസവിക്കുന്ന കുഞ്ഞിനെ കൊടുക്കാമെന്ന വ്യവസ്ഥയിലാണ് ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നത്. എന്തിന്റെ പേരിലാണെങ്കിലും ആ വാക്ക് തെറ്റിക്കാൻ ഞാൻ തയ്യാറായല്ല. രണ്ടാമത്തെ കാര്യം, 4 മാസത്തെ ഗർഭവുമായി മറ്റൊരു പുരുഷന്റെ ഭാര്യയായി കയറി ചെല്ലാൻ ഒരിക്കലും എന്റെ മനസ്സനുവദിക്കുകയില്ല. തന്നെയുമല്ല, അരുണിന്റെ മമ്മിയെ വഞ്ചിക്കാൻ ഞാൻ കൂട്ടുനിൽക്കില്ല. അതുകൊണ്ട് നമ്മൾ തമ്മിൽ ഇനി കാണാതിരിക്കുന്നതാണ് എല്ലാം കൊണ്ടും നല്ലത്, അവൾ വ്യക്തമാക്കി. ഇഷ ഒടുവിൽ പറഞ്ഞതിനോട് മാത്രം ഞാൻ യോജിക്കുന്നില്ല. നമുക്ക് സുഹൃത്തുക്കളായി തുടരാം. നാളെ മുതൽ ഓഫീസിൽ വരണം. ഈ വിഷയം മറക്കാം. ഇനി ഒരിക്കലും ഞാൻ അക്കാര്യം സംസാരിക്കില്ല. ഉറപ്പ്? ഓക്കെ, ഐ ബിലീവ് യു. ഒന്ന് ചിന്തിച്ചിട്ട് അവൾ അത് അംഗീകരിച്ചു. താങ്ക് യു. അരുൺ കൂടുതലൊന്നും സംസാരിച്ചില്ല. മനസ്സിൽ നിന്ന് വലിയ ഭാരം ഒഴിഞ്ഞതുപോലെ ഇഷയ്ക്ക് തോന്നി. ഡ്രീം ഹൗസിലെ ജോലി ഉപേക്ഷിക്കാൻ അവൾക്കൊട്ടും ആഗ്രഹമുണ്ടായിരുന്നില്ല. പുതിയ ഓഫീസ്, വ്യത്യസ്തമായ അന്തരീക്ഷം, പലതരത്തിലുള്ള ആൾക്കാരുമായുള്ള ബന്ധം. പിറ്റേന്ന് കൃത്യസമയത്ത് തന്നെ അവൾ ഓഫീസിലെത്തി. ലീവാണെന്ന് നേരത്തെ അറിയിച്ചിരുന്നതുകൊണ്ട് തലേദിവസം എന്നാണ് വരാഞ്ഞതെന്ന് ആരും ചോദിച്ചില്ല. ഉച്ചയ്ക്ക് മുമ്പ് 4-5 കസ്റ്റമേഴ്സ് വന്നു. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കാൻ അവൾക്കൊരു ബുദ്ധിമുട്ടുമുണ്ടായില്ല. ലഞ്ച് ബ്രേക്കിന്റെ സമയത്താണ് അരുൺ തോമസിനെ കണ്ടത്. അയാൾ ടിഫിനുമായിട്ടാണ് വന്നത്. ഒരു മേശയുടെ 2 വശത്തുമായി അവർ ഇരുന്നു. വീട്ടിലുണ്ടാക്കുന്ന ഫുഡാണ് നല്ലതെന്നറിയാം, എന്നാലും ഹോട്ടലിൽ പോയി കഴിക്കുന്നതിന് വേറൊരു സുഖമുണ്ട്. ഫ്രൈഡ് റൈസ് സ്പൂണിൽ കോരിക്കൊണ്ട് അരുൺ പറഞ്ഞു. എന്ത് സുഖം? അവൾ ചോദിച്ചു. ഓർഡർ കൊടുത്തിട്ട് അല്പനേരം കാത്തിരിക്കേണ്ടി വരുമെങ്കിലും ചൂടോടെ മുമ്പിൽ കിട്ടും. കഴിച്ചിട്ട് പാത്രം എടുക്കാതെ എഴുന്നേറ്റ് കൈ കഴുകാം. ഇഷ ചിരിച്ചു. വീട്ടിലുണ്ടാക്കുന്നതിന്റെ 2-3 ഇരട്ടി വില കൊടുക്കേണ്ടി വരുമെന്നേയുള്ളൂ, എന്നാലും സ്വന്തം പ്ലേറ്റ് കഴുകേണ്ടി വരില്ലല്ലോ. അയാൾ കൊണ്ടുവന്ന ചിക്കൻ ഫ്രൈ കുറച്ച് അവൾക്ക് കൊടുത്തു. പകരം കുറച്ച് നാരങ്ങ അച്ചാർ അവളും കൊടുത്തു. മമ്മിയെക്കുറിച്ച് അയാൾ എന്തെങ്കിലും സംസാരിക്കുമോ എന്ന് അവൾ ഇടയ്ക്ക് ഭയക്കാതിരുന്നില്ല. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ആ ശനിയാഴ്ച സബിതയും കൃഷ്ണനുണ്ണിയും അവളെയും കൊണ്ട് ഡോക്ടർ ദർശനയെ കാണാൻ പോയി.
കൃഷ്ണനുണ്ണി പുറത്ത് കാത്തിരുന്നതേയുള്ളൂ. അവളോടൊപ്പം സബിതയും ഡോക്ടറുടെ കൺസൾട്ടിംഗ് റൂമിലേക്ക് ചെന്നു. ഡോക്ടർ അവളുടെ വെയിറ്റ് പരിശോധിച്ചു, പൾസ് നോക്കി. എല്ലാം നോർമലാണ്, എവറിത്തിങ് ഈസ് ഫൈൻ. സബിത പുഞ്ചിരിച്ചു. എക്സസൈസിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ട. എന്നും അരമണിക്കൂർ ബ്രിസ്കായി നടന്നാ മതി. നടക്കാൻ രാവിലെ ഞാനും വരാം, സബിത പറഞ്ഞു. ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ കിട്ടുക എന്നത് സബിതേച്ചിയുടെ ആവശ്യമാണല്ലോ. അന്ന് കുളിക്കാനായി ബാത്റൂമിൽ കയറി വസ്ത്രങ്ങളെല്ലാം അഴിച്ചു മാറ്റിയിട്ട് ഇഷ അവളുടെ ഉദരം പരിശോധിച്ചു. ചെറിയ തടിപ്പുണ്ട്, ഒട്ടും വീർത്തിട്ടില്ല. വരും മാസങ്ങളിൽ ഇതൊന്നും ആവില്ല സ്ഥിതി. 8ാം മാസത്തിലായിരിക്കും സുദീപ് ജപ്പാനിൽ നിന്ന് വരുന്നത്. വീർത്ത വയറുമായി വീട്ടിൽ നിൽക്കുന്ന തന്നെ കണ്ട് അവൻ ബോധരഹിതനായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പിറ്റേന്ന് രാവിലെ 11 മണിയായപ്പോൾ ഡ്രീം ഹൗസ് അപ്പാർട്ട്മെന്റിന്റെ ഓഫീസിന്റെ മുന്നിലേക്ക് വെള്ള നിറത്തിലുള്ള ഒരു കാർ വന്നു. അതിൽ നിന്ന് ബ്രൗൺ ജീൻസും ഫുൾ സ്ലീവ് ഷർട്ടും ധരിച്ച സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി. അയാൾ ഗ്ലാസ് ഡോർ തുറന്ന് ഫ്രണ്ട് ഓഫീസിലുള്ള റിസപ്ഷനിസ്റ്റ് ലീനയുടെ അടുത്തേക്കാണ് ചെന്നത്. സാർ, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? അവൾ പ്രൊഫഷണൽ ആണെന്ന് തോന്നിക്കാത്ത മട്ടിൽ പുഞ്ചിരിയോടെ എഴുന്നേറ്റ് അയാളെ അഭിമുഖീകരിച്ചു. ഐ ആം സിറിൽ ജോസ്, കമ്മിങ് ഫ്രം ബാംഗ്ലൂർ. എനിക്ക് വേണ്ടി എന്റെ ബ്രദറിലോ മിസ്റ്റർ ഈപ്പൻ വർഗീസ് ഒരു ഫ്ലാറ്റ് ബുക്ക് ചെയ്തിരുന്നു. ഐ വുഡ് ലൈക്ക് ടു മീറ്റ് ദി കസ്റ്റമർ റിലേഷൻ മാനേജർ. പ്ലീസ് വെയിറ്റ് സാർ, ഐ വിൽ ചെക്ക് ആൻഡ് ലെറ്റ് യു നോ വെദർ ഷീ ഈസ് ഫ്രീ. ലീന പറഞ്ഞു. താങ്ക് യു. സിറിൽ സന്ദർശകർക്കുള്ള സോഫയിലിരുന്നു. ഉടൻ തന്നെ ഇഷയുടെ ഫോണിലേക്ക് ലീന വിളിച്ചു. മാഡം, വൺ മിസ്റ്റർ സിറിൽ ജോസ് ഫ്രം ബാംഗ്ലൂർ ഹാസ് കം ടു സീ ദ കസ്റ്റമർ റിലേഷൻസ് മാനേജർ. ആർ യു ഫ്രീ? സിറിൽ. ഇഷ ഒന്ന് ഞെട്ടി. ലീന, ഐ വിൽ കോൾ യു ബാക്ക് ഇൻ എ കപ്പിൾ ഓഫ് മിനിറ്റ്സ്. ഓക്കെ. എന്ത് ചെയ്യണമെന്നറിയാതെ ഈശ ഒരു നിമിഷം ഇരുന്നു. താൻ ഇവിടുണ്ട് എന്നറിഞ്ഞിട്ടാണോ സിറിൽ വന്നിരിക്കുന്നത്? അതോ വളരെ യാദൃശ്ചികമായി? രണ്ടായാലും കുഴപ്പം തന്നെ. രക്ഷപ്പെടാൻ എന്താണൊരു മാർഗം? പെട്ടെന്നൊരു പിടിവള്ളി കിട്ടിയതുപോലെ അവൾ ഉടൻ തന്നെ അരുൺ തോമസിനെ വിളിച്ചു. അരുൺ, ആർ യു ഫ്രീ? അവളുടെ സ്വരത്തിലെ തിടുക്കം മനസ്സിലായപ്പോൾ എന്തോ അരുതാത്തത് സംഭവിച്ചിട്ടുണ്ടെന്ന് അയാൾക്ക് തോന്നി. എന്താണ്? ആ സിറിൽ വന്നിരിക്കുന്നു. ലീന ഇപ്പൊ വിളിച്ചു പറഞ്ഞു. ഐ ജസ്റ്റ് ക്യാൻ സീ ഹിം റൈറ്റ് നൗ. ഡോണ്ട് വറി, ഐ ക്യാൻ ഹാൻഡിൽ ദിസ്. കോള് കട്ട് ചെയ്തിട്ട് അരുൺ തോമസ് എഴുന്നേറ്റു. അരുൺ തോമസ് ചെന്നപ്പോൾ വിസിറ്റേഴ്സ് ലോഞ്ചിൽ മധ്യവയസ്കരായ ഒരു സ്ത്രീയും പുരുഷനും ഭംഗിയായി വേഷം ധരിച്ച ഒരു ചെറുപ്പക്കാരനും ഇരിക്കുന്നുണ്ടായിരുന്നു. എക്സ്ക്യൂസ് മീ, മിസ്റ്റർ സിറിൽ ജോൺ? ചെറുപ്പക്കാരന്റെ അടുത്തേക്ക് ചെന്ന് അരുൺ ചോദിച്ചു. യെസ്. സിറിൽ തലകുലുക്കി. ഐ ആം അരുൺ തോമസ്, ചീഫ് ആർക്കിടെക്ട്. കസ്റ്റമർ റിലേഷൻ മാനേജർ ഇപ്പോൾ ഒരു മീറ്റിംഗിലാണ്. ഇഫ് യു ഡോണ്ട് മൈൻഡ് വി ക്യാൻ സിറ്റ് ഇൻ മൈ റൂം. നോ പ്രോബ്ലം. സിറിൽ അയാളുടെ ക്ഷണം സ്വീകരിച്ചു. ഫസ്റ്റ് ഫ്ലോറിലുള്ള അരുണിന്റെ മുറിയിലേക്ക് അവർ പോയി. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. മേശയുടെ എതിർവശത്തുള്ള കസേരയിൽ സിറിൽ ഇരുന്നു. അയാൾ മുറിയിൽ ഒന്ന് കണ്ണോടിച്ചു. ഭാവനാസമ്പന്നനായ വാസ്തുശില്പിയുടെ മുറി തന്നെ. മനോഹരമായി ഫർണിഷ് ചെയ്തിരിക്കുന്നു. സിറിലിനെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നു. വന്നതിന്റെ ഉദ്ദേശം പറഞ്ഞാൽ? മിസ്റ്റർ അരുൺ, ചുങ്കത്ത് നിങ്ങൾ പണിയുന്ന വില്ലയിൽ ഒരെണ്ണം ബുക്ക് ചെയ്യാൻ വേണ്ടി എന്റെ സിസ്റ്ററും ബ്രദറിൻലോയും കൂടി കഴിഞ്ഞ മാസം ഇവിടെ വന്നിരുന്നു. യെസ്. അന്ന് അവർ മീറ്റ് ചെയ്ത കസ്റ്റമർ റിലേഷൻ മാനേജർ വൺ മിസ് ഇഷ ആയിരുന്നു എന്നാണ് ബ്രദറിൻലോ പറഞ്ഞത്. അരുൺ മെല്ലെ തലകുലുക്കി. ഐ വാണ്ട് ടു മീറ്റ് ഹെർ. എനിത്തിങ് പേഴ്സണൽ? യെസ്. ഇൻ ദാറ്റ് കേസ് ഐ കനോട്ട് ഹെൽപ്പ് യു. അരുൺ ചുമലുകൾ കുലുക്കി. മിസ്റ്റർ അരുൺ, യു വിൽ ഹാവ് ടു വെയിറ്റ് ഫോർ അറ്റ്ലീസ്റ്റ് ഹാഫ് ആൻ അവർ. ഇഷ വരാൻ അത്രയും സമയമെടുക്കും, അരുൺ പറഞ്ഞു. ഐ ക്യാൻ വെയിറ്റ്. ഡു യു നോ ഹെർ? ഇല്ല, ബട്ട് ഐ ഹാവ് എ ഹഞ്ച്. ഇഷയുടെ ഫുൾ നെയിം എന്താണ്? ഇഷ അരവിന്ദ്. പെട്ടെന്ന് സിറിലിന്റെ കണ്ണുകളിൽ ഒരു തിളക്കം അറിയുന്നത് അയാൾ കണ്ടു. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ആള് തന്നെ. ഇഷ ഇവിടെ ജോയിൻ ചെയ്തിട്ട് എത്ര നാളായി? 2 വർഷം. സിറിലിന്റെ മുഖം പെട്ടെന്ന് മങ്ങി. എന്തുപറ്റി? അരുൺ ചോദിച്ചു. ഞാൻ ഉദ്ദേശിച്ച ആള് ഇതല്ലെന്ന് തോന്നുന്നു. ബാംഗ്ലൂരിലുള്ള ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. അവിടെ എന്റെ കൂടെ ഒരു ഇഷ അരവിന്ദ് വർക്ക് ചെയ്തിരുന്നു. ഷീ ഈസ് മിസ്സിംഗ് ഫോർ ദ ലാസ്റ്റ് 2 months. ഓ, ഇഷ എന്ന പേര് കേട്ടപ്പോൾ ഒരു ഭാഗ്യപരീക്ഷണത്തിന് വന്നതാണ് ഞാൻ. യു ഹാവ് ബാഡ് ലക്ക്. ഷീ ഈസ് മാരീഡ് ആൻഡ് ഹാവ് എ കിഡ്. സിറിലിന്റെ നിരാശ ഇരട്ടിച്ചു. ചോദിക്കുമ്പോൾ വേറൊന്നും വിചാരിക്കരുത്. സിറിൽ ഇത്രയും പറഞ്ഞതുകൊണ്ടാണ്. വാസ് യുവർ ഗേൾ ഫ്രണ്ട്? സ്വാഭാവികമായ കൗതുകത്തോടെ അരുൺ ചോദിച്ചു. നോ, എന്റെ ഒരു കൊളീഗിന്റെ ഗേൾഫ്രണ്ട് ആയിരുന്നു ഇഷ. ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പേരിൽ അവർ തമ്മിൽ പിരിഞ്ഞു. അതിന്റെ കാരണക്കാരൻ ഞാനാണ്. ആ ഒരു കുറ്റബോധം എന്നെ വല്ലാതെ ഹോണ്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ്.
ഇഷയ്ക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചു കാണുമെന്ന് സിറിൽ ഭയക്കുന്നുണ്ടോ? അങ്ങനെ എനിക്ക് പേടിയൊന്നുമില്ല. ഷീ ഈസ് എ ബോൾഡ് ഗേൾ. പക്ഷെ അതല്ല, സുദീപ് അവളുമായി അടുപ്പത്തിലായിരുന്നില്ലെങ്കിൽ ഞാൻ അവളെ സ്നേഹിച്ചേനെ. ജാതിയും മതവും ഒന്നും നോക്കാതെ ഞാൻ അവളെ മാരി ചെയ്തേനെ. അരുൺ, ഐ കൺസിഡർ യു ആസ് മൈ ഫ്രണ്ട്. നമ്മൾ ഇപ്പോൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിലും. അരുൺ മേശയ്ക്ക് മുകളിലൂടെ കൈനീട്ടി അയാളുടെ കയ്യിൽ പിടിച്ചു. യെസ് സിറിൽ, ഐ ഓൾസോ ഹാവ് ദി സെയിം ഫീലിംഗ്. ഒരു വിശ്വാസം തോന്നിയത് കൊണ്ടാണല്ലോ ഇത്രയും കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. അതെ അരുൺ, വീട്ടുകാർ എനിക്ക് വേണ്ടി കല്യാണം ആലോചിക്കുന്ന തിരക്കിലാണ്. ഐ ലെഫ്റ്റ് ബാംഗ്ലൂർ. എനിക്ക് ചെന്നൈയിൽ വേറൊരു ഓപ്പണിംഗ് കിട്ടി. എ ബെറ്റർ പ്ലേസ്. വെല്ലൂർ മെഡിക്കൽ കോളേജിൽ PG ചെയ്യുന്ന ഒരു പെൺകുട്ടിയുടെ പ്രപ്പോസൽ ലൈവായി നിൽക്കുന്നു. അതിനു മുമ്പ് ഐ വിൽ ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഇഷ. വൈ? ഇഫ് ഷീ ഈസ് വില്ലിംഗ്. അവളെ സ്വന്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞതൊക്കെ മറന്ന്. ഞങ്ങൾക്കതിന് കഴിയും അരുൺ. ഞാൻ ആ കാര്യത്തിൽ സിറിലിനോട് യോജിക്കുന്നില്ല. അരുൺ എതിർത്തു. എന്തുകൊണ്ട്? ബാംഗ്ലൂരിലെ ലൈഫ്, അവർ ഫ്രീ ബേർഡ്സ്. ഒന്നിച്ച് എവിടെയൊക്കെ പോയി കാണും. അവർ തമ്മിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായി കാണില്ലെന്ന് സിറിലിന് തോന്നുന്നുണ്ടോ? അരുൺ ചോദിച്ചു. അയാൾ ഒന്ന് പകച്ചു നോക്കി. ദർ ആർ ചാൻസസ്. വിട്ടുകള സിറിൽ. അവർ പിരിഞ്ഞത് ചിലപ്പോൾ താൽക്കാലികമായിട്ടിരിക്കും. അവർ വീണ്ടും കണ്ടുമുട്ടും. മിസ്അണ്ടർസ്റ്റാൻഡിംഗ് അവസാനിച്ചെന്ന് വരും. അതിനൊക്കെ സാധ്യതയുണ്ട്. സിറിൽ മിണ്ടിയില്ല. എനിക്ക് കുറച്ച് ജീവിതാനുഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. കയ്പുള്ള അനുഭവങ്ങൾ ആർക്കുമുണ്ടാകും. അതിനെക്കുറിച്ചോർത്ത് ദുഃഖിച്ചു നടക്കുന്നത് ഫൂളിഷ്നെസ് ആണ്. ചെന്നൈയിൽ പുതിയൊരു ജീവിതം സിറിലിനെ കാത്തിരിക്കുന്നു. വെല്ലൂരിൽ ഒരു വധവും. മേ ബി യു ആർ റൈറ്റ്. പൂർണ്ണ തൃപ്തിയായില്ലെങ്കിലും സിറിൽ തലകുലുക്കി സമ്മതിച്ചു. അയാളോടൊപ്പം അരുൺ എഴുന്നേറ്റ് താഴെ ചെന്ന് കാറിനടുത്തുവരെ അനുഗമിച്ചു. അവർ കൈപിടിച്ചു കുലുക്കി. മാരേജിന് എന്നെ ഇൻവൈറ്റ് ചെയ്യാൻ മറക്കരുത്. അരുൺ അയാളുടെ കാർഡ് കൊടുത്തു. ഞാൻ വിളിക്കാം. സിറിൽ കാറിൽ കയറി പോകുന്നത് വരെ അരുൺ കാത്തുനിന്നു. പിന്നെ അയാൾ മൊബൈൽ എടുത്ത് ഇഷയെ വിളിച്ചു. ഐ ഹാവ് എ ഗിൽറ്റി ഫീലിംഗ്. വൈ? സിറിലിനോട് കുറെ നുണകൾ പറയേണ്ടി വന്നു. സാരമില്ല, എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയല്ലേ. അവൾ സമാധാനിപ്പിച്ചു. അതുമാത്രമല്ല, കുറച്ച് സെൽഫിഷ്നെസ് കൂടി വർക്ക് ചെയ്യൂ. വാട്ട്? അവൾക്ക് മനസ്സിലായില്ല. നത്തിങ്. ഞാൻ വെറുതെ. അരുൺ തോമസ് തല താഴ്ത്തി അയാളുടെ ക്യാബിനിലേക്ക് നടന്നു. ഇഷ ഒന്ന് നിശ്വസിച്ചു. എന്തായാലും സിറിൽ പോയല്ലോ. തൽക്കാലമൊന്നും പേടിക്കാനില്ല. അവളുടെ വിശ്വാസം ശരിയായിരുന്നു. 1 മാസം കഴിഞ്ഞാണ് പിന്നെ അയാളെക്കുറിച്ച് അവൾക്ക് അറിവ് കിട്ടിയത്. ഇഷ, നമ്മുടെ സിറിലിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. ഒരു ദിവസം വിളിച്ചപ്പോൾ ജമുന പറഞ്ഞു. ഏതാണ് പെണ്ണ്? അവനന്ന് പറഞ്ഞ ലേഡി ഡോക്ടർ അല്ല. അവന്റെ ഓഫീസിൽ തന്നെ വർക്ക് ചെയ്യുന്ന തമിഴത്തി. നിന്നെ ഇൻവൈറ്റ് ചെയ്തില്ല എൻഗേജ്മെന്റിന്? ഇഷ ചോദിച്ചു. ഇല്ല, സംഭവം കഴിഞ്ഞ ആഴ്ചയായിരുന്നു. ക്ലോസ് റിലേറ്റീവ്സിനെ മാത്രമേ പങ്കെടുപ്പിച്ചുള്ളൂ എന്നാണ് അവൻ പറഞ്ഞത്. മാരേജ് അറിയിക്കുമെന്നും അതിന് നിർബന്ധമായും ചെല്ലണമെന്നും പറഞ്ഞു. നീ പോകുന്നുണ്ടോ? മിക്കവാറും പോകും. എനിക്കവിടെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഇക്കാര്യം അറിയിച്ചപ്പോൾ അവൻ ത്രില്ലായി. അതുകൊണ്ട് പോകണമെന്ന് വിചാരിക്കുന്നു. നിന്നെക്കുറിച്ച് സിറിൽ അപ്പോഴും ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കൊരു വിവരവുമില്ലെന്ന്. അത് നന്നായി. എനിക്ക് അവനെ വീണ്ടും കാണാൻ താല്പര്യമില്ല. അതിരിക്കട്ടെ, നീ റെഗുലർ ചെക്കപ്പ് നടത്താറുണ്ടോ? ജമുന തിരക്കി. അക്കാര്യത്തിൽ എന്നെക്കാൾ ശ്രദ്ധ ഇവിടെ അവന്റെ ചേട്ടനും ചേട്ടത്തിയമ്മയ്ക്കുമാണ്. 3 ആഴ്ച കൂടുമ്പോൾ അവർ എന്നെ കൊണ്ടുപോകാറുണ്ട്. അല്ലെങ്കിൽ തന്നെ നിന്റെ കാര്യങ്ങൾ കൃത്യമായി നടത്തിത്തരാൻ അവർക്ക് ബാധ്യതയുണ്ടല്ലോ. എന്തു ബാധ്യത? കുഞ്ഞിന്റെ വലിയച്ഛനും വലിയമ്മയും അല്ലേ 2 പേരും. അവൻ നിന്നെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ. ഇഷ പെട്ടെന്ന് നിശബ്ദയായി. എന്താ നീയൊന്നും പറയാത്തത്? ഒന്നുമില്ല. ഞാൻ ഇവിടെ വലിയ ഹാപ്പിയാണ് ജമുന. ഒരു സഹോദരന്റെയും സഹോദരിയുടെയും സ്നേഹവും കെയറും അവരിൽ നിന്ന് കിട്ടുന്നുണ്ട്. അവന്റെ അച്ഛന്റെയും അമ്മയുടെയും അടുത്തുനിന്ന് ഒരു മകളോടുള്ള വാത്സല്യവും. നിനക്ക് വല്ല വീണ്ടു വിചാരവും വന്നു തുടങ്ങിയോ? ഏയ്. പക്ഷേ ഈ വീട് വിട്ടു പോകേണ്ടി വരുമ്പോൾ അതെന്നെ വല്ലാതെ ദുഃഖിപ്പിക്കും. ആ നഷ്ടബോധം ഒരിക്കലും എന്നെ വിട്ടുപിരിയില്ല. സുദീപിന്റെ എൻഗേജ്മെന്റ് മാത്രമേ കഴിഞ്ഞുള്ളൂ. സത്യാവസ്ഥ അവന്റെ വീട്ടിൽ അറിയിക്കാൻ ഇനിയും വൈകിയിട്ടില്ല. ജമുന ഉദ്ദേശിച്ചത് എന്താണെന്ന് അവൾക്ക് മനസ്സിലായി. നോ, അവനെ ഒരിക്കലും എനിക്കിനി സ്നേഹിക്കാൻ കഴിയില്ല. സോറി എന്ന് എന്നോടൊന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഇഷ്ടം പോലെ അതിന് സമയം കൊടുത്തതാണ് ഞാൻ. പക്ഷേ ഹി വാസ് അഡമന്റ്. അങ്ങനെ ഒരാളോടൊപ്പം ജീവിതകാലം മുഴുവൻ നോ. അവൾ കിതച്ചു. മതി, നമുക്കിനി അക്കാര്യം ഡിസ്കസ് ചെയ്യേണ്ട. ഇതിപ്പോ 6ാം മാസമായില്ലേ? അതെ. വയറൊക്കെ കണ്ടാ പ്രഗ്നന്റ് ആണെന്ന് ആളുകൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഇനി 4 മാസം കൂടി. അതെങ്ങനെയെങ്കിലും നീ തള്ളി നീക്ക്. യെസ്, 4 മാസം കൂടി എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണം. അത് കഴിഞ്ഞ്
ഇപ്പോൾ അതേക്കുറിച്ച് നീ ചിന്തിക്കേണ്ട. ബൈ, ടേക്ക് കെയർ. അതെ, വരുന്നത് പോലെയൊക്കെ വരട്ടെ എന്ന് ചിന്തിക്കുന്നതാണ് നല്ലത്. മനസ്സിനെ കാട് കയറാൻ വിടുന്നത് ബുദ്ധിയല്ല. പിറ്റേന്ന് രാത്രിയിൽ ജപ്പാനിൽ നിന്ന് സുദീപി വിളിച്ചപ്പോൾ ഇഷ ഊണുമുറിയിലുണ്ടായിരുന്നു. സൗദാമിനി അമ്മയുമൊത്ത് അവൾ ഭക്ഷണം കഴിക്കുകയായിരുന്നു. കൃഷ്ണനുണ്ണിയാണ് റിസീവർ എടുത്തത്. സംസാരത്തിന്റെ ശകലങ്ങൾ ഊണുമുറിയിലിരുന്ന് അവൾക്ക് കേൾക്കാൻ കഴിഞ്ഞു. സുദീപ് ആവശ്യപ്പെട്ടിട്ടായിരിക്കും വിശ്വനാഥ പിള്ളയെ വിളിച്ച് അയാൾ റിസീവർ കൈമാറി. അച്ഛന്റെ സ്വരം കുറച്ചുകൂടി ഉച്ചത്തിലായിരുന്നതുകൊണ്ട് വിളിയുടെ ഉദ്ദേശത്തെപ്പറ്റി ഇഷയ്ക്ക് ധാരണ കിട്ടി. മാർച്ച് മാസം അവസാനത്തോടെ സുദീപ് നാട്ടിലെത്തും. അതിനുശേഷം മുഹൂർത്തം എന്നുണ്ടെങ്കിലും കല്യാണം നടത്താവുന്നതാണ്. പിന്നെ 2 മാസത്തോളം നാട്ടിൽ കാണും. അത് കഴിഞ്ഞ് മിക്കവാറും അമേരിക്കയിലേക്ക് പോകേണ്ടി വരും. സുദീപിന് അത് ഉറപ്പായിരിക്കുന്നു. അത് ജനുവരി. ഇനി 2 മാസം കൂടി കഴിഞ്ഞാൽ അവൻ ഇവിടെ ഉണ്ടാകും. സ്വീകരണ മുറിയിൽ അപ്പോൾ തന്നെ ഒരു ചർച്ച നടന്നു. ഇഷ ഒഴിച്ച് ബാക്കി എല്ലാവരും അതിൽ പങ്കെടുത്തു. മുഹൂർത്തം നമ്മൾ നേരത്തെ നോക്കി വെച്ചതാണല്ലോ. മേടത്തിൽ 3 എണ്ണമുണ്ട്. 11, 12, 24. 11, 12 ഏപ്രിൽ അവസാനമായിട്ട് വരും. 24 മെയ്യിലും. കൃഷ്ണനുണ്ണി പറഞ്ഞു. 24 ഒത്തിരി നീണ്ടുപോകും. 11നോ 12നോ നടത്തണം. സൗദാമിനിയമ്മയ്ക്ക് എത്രയും നേരത്തെ കല്യാണം നടക്കണമെന്നായിരുന്നു ആഗ്രഹം. 12 സൺഡേ ആണ്. ആ ഡേറ്റ് സുമംഗലിയിൽ അരവിന്ദാക്ഷൻ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത്. വിശ്വനാഥ പിള്ളയ്ക്ക് ഓർമ്മ വന്നു. ജയസേതയുടെ അച്ഛനാണ് അരവിന്ദാക്ഷൻ. കല്യാണം ഞായറാഴ്ച നടത്തുന്നതാ എല്ലാവർക്കും സൗകര്യം. അന്ന് സ്കൂളില്ലല്ലോ. അതായിരുന്നു സബിതയുടെ സൗകര്യം. അപ്പോ അരവിന്ദാക്ഷനെ കണ്ട് ഡേറ്റ് ഫിക്സ് ചെയ്ത ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് നീക്കണം. ദിവസങ്ങൾ ധടുതിയിലങ്ങ് പോകും. കൃഷ്ണനുണ്ണി പറഞ്ഞു. അതെ, വെഡ്ഡിംഗ് കാർഡ് അടുപ്പിക്കണം, ഇൻവിറ്റേഷൻ എടുത്തു തുടങ്ങണം, കല്യാണസാരിയും ഓർണമെന്റ്സും ഒക്കെ എടുക്കണം. സുദീപ് വരാനൊന്നും നമ്മൾ കാക്കണ്ട. അല്ലെങ്കിൽ തന്നെ അവന് അത്തരം കാര്യങ്ങളിലൊന്നും താല്പര്യമില്ല. തുണിക്കടയിലൊന്നും അവൻ വരത്തില്ല. ജയസുദയും ഇന്ദിരയും കൂടി വിളിക്കണം. അവരുടെ ഇഷ്ടം നോക്കുന്നതിൽ ഒരു തെറ്റുമില്ല. സൗദാമിനിയമ്മ പറഞ്ഞു. മുകളിലത്തെ മുറിയിലിരുന്ന് ഇഷ എല്ലാം കേട്ടു. അവൾ ചെന്ന് വാതിലടിച്ചു. ആലോചനകൾ നടക്കട്ടെ. പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് കാര്യമൊന്നുമില്ലല്ലോ. പിറ്റേന്ന് ഞായർ രാവിലെ പത്രത്തിന്റെ ഞായറാഴ്ച പതിപ്പ് മാർച്ച് നോക്കിക്കൊണ്ട് ഇഷ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് റോഡിന്റെ എതിർവശത്തുള്ള വീടിന്റെ ഗേറ്റ് തുറന്ന് ജയസുധയും അമ്മ ഇന്ദിരയും ശ്രീവത്സത്തിലേക്ക് കയറി വന്നത്. ജയസുധ മിക്കപ്പോഴും വരാറുണ്ട്. പക്ഷേ അവളുടെ അമ്മയെ ഒരിക്കൽ തിരുനക്കര അമ്പലത്തിൽ വെച്ചാണ് പരിചയപ്പെട്ടത്. ജയസുധയുടെ ആള് വരാറായി അല്ലേ? അവളെ കണ്ട് കളിമട്ടിൽ ഈശ ചോദിച്ചു. അവളൊന്ന് നാണിച്ചു. ഉവ്, ഇനിയിപ്പോ കാര്യങ്ങൾ വേഗത്തിൽ നീക്കാതെ പറ്റത്തില്ലല്ലോ. മോൾക്കിപ്പോ ഇതെത്ര മാസം? ഇന്ദിര തിരക്കി. 6. കല്യാണത്തിന് ഇനി കഷ്ടിച്ച് 3 മാസമേയുള്ളൂ. ആ സമയത്ത് ഇവിടെ കാണുമോ അതോ പ്രസവത്തിന് നാട്ടിലേക്ക് പോകുമോ? ജയസുധയുടെ കല്യാണം കണ്ടിട്ടേ ഞാൻ പോകൂ, അവൾ പറഞ്ഞു. ഹസ്ബൻഡ് ദുബായിലല്ലേ? ഇന്നലെ ചോദിച്ചു. അതെ. അപ്പോഴേക്ക് നാട്ടിൽ വരുമോ? ആരുടെ കാര്യമാ ജയസുധയുടെ അമ്മ ചോദിച്ചേ? കുഞ്ഞിന്റെ അച്ഛൻ. ജയസുധയുടെ കല്യാണത്തിന് കുഞ്ഞിന്റെ അച്ഛൻ ഉറപ്പായിട്ടും ഇവിടെ കാണും. ഉണ്ടാവണം. നമ്പർ തന്നാ മതി, ഞങ്ങളെ വിളിക്കാം, ഇന്ദിര പറഞ്ഞു. ഹസ്ബൻഡിന്റെ ഫോട്ടോ കാണണമെന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടും ചേച്ചി ഇതുവരെ കാണിച്ചു തന്നില്ല, ജയസുധ പരിഭവിച്ചു. സമയമുണ്ടല്ലോ, കാണിക്കാം. ഇഷ ഒഴിഞ്ഞു. ഇനി അത് പറ്റില്ല, മൊബൈലിൽ കാണാമല്ലോ, ഞാൻ എടുത്തു കണ്ടോളാം. ഇഷയ്ക്ക് തടയാൻ കഴിയും മുമ്പേ ജയസുധ കോണിപ്പടി കയറി വേഗം മുകളിലേക്ക് പോയി. മൊബൈലിൽ പലരുടെയും ഫോട്ടോയുണ്ട്, സുദീപിന്റെയും. ജയസുധ അവന്റെ ഫോട്ടോ കാണുമ്പോൾ ഇഷ പെട്ടെന്ന് എഴുന്നേറ്റു. ഇരിക്കുമോളെ, അവൾ എങ്ങ് വരും. ഞങ്ങളിപ്പം വന്നത് ശ്രുതിമോളെ കൂടി കാണാനാ. ഇന്ദിര വീണ്ടും അവളെ പിടിച്ചിരുത്തി. ഇഷ സ്റ്റെയർകേസിലേക്ക് നോക്കി. ജയസുധയെ കാണാനില്ല. ഇഷയുടെ മൊബൈലുമായി ജയസുധ കോണിപ്പടികൾ ഓരോന്നായി മെല്ലെ ഇറങ്ങി വന്നു. മൊബൈലിലുണ്ടായിരുന്ന ഫോട്ടോകൾ കണ്ടുകൊണ്ടാണ് അവൾ വന്നത്. ബാംഗ്ലൂരിലെ ഓഫീസിലുണ്ടായിരുന്ന മിക്ക സുഹൃത്തുക്കളുടെയും ഫോട്ടോകൾ അതിലുണ്ട്. സിറിലിന്റെയും സുദീപിന്റെയും ജിജോയുടെയും സാദിഖിന്റെയും സുധാകർ റെഡ്ഡിയുടെയും പല കൂട്ടുകാരികളുടെയും. അവിടെ വെച്ച് നടന്ന ഒന്നിച്ചുതേരലുകൾ, ആഘോഷങ്ങൾ, കല്യാണങ്ങൾ, ഉല്ലാസയാത്രകൾ, മിക്കതിലും സുദീപുണ്ട്. ഒന്നും ഡിലീറ്റ് ചെയ്ത് കളയാൻ ഇതുവരെ തോന്നിയില്ല. അത് മണ്ടത്തരമായി. ചേച്ചി, ഏതോ ഒരു ഫോട്ടോ കണ്ട് ജയസുധ ഉറക്കെ വിളിച്ചു. എന്താ മോളെ? ഇന്ദിരയാണ് ചോദിച്ചത്. ഈ ഫോട്ടോ സുദീപിനെ അവൾ ഇത്ര പെട്ടെന്ന് കണ്ടുപിടിച്ചോ? മൊബൈലുമായി ജയസുധ അടുത്തേക്ക് വന്നു. ചേച്ചി ബാംഗ്ലൂരിലുണ്ടായിരുന്നോ? ചേച്ചിയുടെ കൂടെ നിൽക്കുന്നത്? അവൾ മൊബൈൽ ഇഷയുടെ കയ്യിൽ കൊടുത്തു. ബസ് സ്റ്റോപ്പിൽ ജമുനയുമൊത്ത് നിൽക്കുമ്പോൾ സുദീപ് വെറുതെ എടുത്ത ഫോട്ടോയായിരുന്നു അത്. പശ്ചാത്തലത്തിൽ
കന്നഡ ഭാഷയിൽ എഴുതിയ ബോർഡുണ്ട്. ഇത് ബാംഗ്ലൂർ അല്ല ജയെ, ആശ്വാസത്തോടെ അവൾ പറഞ്ഞു. പിന്നെ മാരേജിന് മുമ്പ് മംഗലാപുരത്ത് ഞാൻ കുറേ നാൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതെന്റെ കൂട്ടുകാരി ഏഞ്ചൽ മേരി. ജമുനയെ അവൾ പെട്ടെന്ന് ഏഞ്ചൽ മേരിയാക്കി. ജീൻസ് ഇട്ട് നിൽക്കുന്ന ചേച്ചിയെ കാണാൻ നല്ല രസമുണ്ട്, ജയസുധ പറഞ്ഞു. എവിടെ നോക്കട്ടെ. ഇന്നലെ പെട്ടെന്ന് മൊബൈലിന് വേണ്ടി കൈനീട്ടി. ഇഷ ആ ഫോട്ടോ അവൾക്ക് കാട്ടിക്കൊടുത്തു. നേരാ, സാരിയിലും ചുരിദാറിലുമല്ലേ ശ്രുതിയെ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. ശ്രുതി ചേച്ചിയുടെ ഹസ്ബൻഡിനെ കാണാൻ കാത്തു നിൽക്കുകയാണല്ലോ ജയസുധ. ഫോട്ടോകൾ ഓരോന്നായി സ്ലൈഡ് ചെയ്ത് സുധാകർ റെഡ്ഡിയുടെ ചിത്രം ഇഷ കണ്ടുപിടിച്ചു. സൂട്ടും ടൈയും ധരിച്ച സുമുഖനായ ചെറുപ്പക്കാരൻ. ഇതാണ് എന്റെ ജയേട്ടൻ, ഇഷ പറഞ്ഞു. റിയലി ഹാൻസം. എന്താ പേര്? ജയസുധ പറഞ്ഞു. ജയകൃഷ്ണൻ. ശ്രുതി ചേച്ചിക്ക് ചേർന്ന ജയേട്ടൻ, ജയസുധ പ്രശംസിച്ചു. സോറി സുധാകർ, ഇഷ മനസ്സിൽ മാപ്പ് ചോദിച്ചു. ജയസുധയുടെ അമ്മയും ആ ഫോട്ടോ കണ്ടു. അവരും മനസ്സിലെന്തോ പറഞ്ഞു കാണും, പക്ഷെ ഒന്നും വെളിപ്പെട്ടില്ല. അപ്പോഴേക്ക് ചായയുമായി സബിത വന്നു. അച്ഛനെയും അമ്മയെയും കൊണ്ട് ഉണ്ണിയേട്ടൻ അമ്പലത്തിലേക്ക് പോയിരിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, അതുകൊണ്ടധികം വൈകത്തില്ല, അവൾ പറഞ്ഞു. അതിനെന്താ, അവർ പോയിട്ട് വരട്ടെ, ഞങ്ങൾ വെറുതെ ഒന്ന് വന്നേയുള്ളൂ. ചായ കുടിച്ച് സംസാരിച്ച് അവർ ഇരുന്നു. ഏപ്രിൽ 27-നല്ലേ മാരേജ്? അപ്പോഴേക്ക് ജയസുധയുടെ എക്സാം കഴിയുമോ? ഇഷ ചോദിച്ചു. യൂണിവേഴ്സിറ്റിയുടെ കലണ്ടർ അനുസരിച്ച് ഏപ്രിൽ ഫസ്റ്റ് വീക്കിൽ എക്സാം തുടങ്ങും. 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുകയും ചെയ്യും, ജയസുധ പറഞ്ഞു. അപ്പോ കുഴപ്പമില്ല, ഞായറാഴ്ചയല്ലേ കല്യാണം, അതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല. അന്നെന്തായാലും പരീക്ഷ വയ്ക്കില്ലല്ലോ, സബിത പറഞ്ഞു. എല്ലാവരും ചിരിച്ചു. സ്വർണത്തിന് വില കുറഞ്ഞു നിൽക്കുകയാണ്. അടുത്ത ആഴ്ച ഓർണമെന്റ്സ് എടുക്കാൻ പോയാലെന്ന് വിചാരിക്കുക. ശ്രുതിയും കൂടി സെലക്ട് ചെയ്യാൻ വരണമെന്ന ഞങ്ങളുടെ ആഗ്രഹം. ഇന്ദിര പ്രതീക്ഷയോടെ ഇഷയെ നോക്കി. ഞാനോ? അവൾക്ക് ആശ്ചര്യമായി. ചേച്ചി വരണം, ഡിസൈനർ ഐറ്റംസ് സെലക്ട് ചെയ്തു തരണം. എനിക്കതേക്കുറിച്ചൊന്നും വലിയ പിടിപാടില്ല, ജയസുധ പറഞ്ഞു. അതിനെന്താ, ശ്രുതി വരും. ഒരു ദിവസത്തെ ലീവിന്റെ കാര്യമല്ലേയുള്ളൂ, സബിത പറഞ്ഞു. ഒരു ദിവസം കൂടി വേണ്ടിവരും കല്യാണ സാരി സെലക്ട് ചെയ്യാനും. ഞാൻ വരാം, ജയസുധയുടെ ആഗ്രഹമല്ലേ, ഇഷ സമ്മതിച്ചു. സുദീപിന്റെ വധുവിനെ അണിയിച്ചൊരുക്കാനുള്ള നിയോഗം വേണ്ടെന്ന് വെക്കാൻ പാടില്ല. അവനോടുള്ള ഇഷ്ടം ഇപ്പോഴും മനസ്സിൽ കിടക്കുന്നുണ്ടോ, അതോ ഇതൊക്കെ ചെയ്യുമ്പോൾ ക്രൂരമായ ഒരു തരം സംതൃപ്തി കിട്ടുമെന്നതുകൊണ്ടോ? പിറ്റേന്ന് വീട് പെയിന്റ് ചെയ്യാൻ ആ പണിക്കാർ വന്നു. അതോടെ കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചു. അടുത്ത വ്യാഴാഴ്ച ഇഷയ്ക്ക് ലീവ് എടുക്കേണ്ടി വന്നു. ജയസുധയ്ക്ക് ആഭരണങ്ങൾ വാങ്ങാൻ എന്നവർ പോയി. ഇഷയും ജയസുധയും കൂടിയാണ് എല്ലാം തിരഞ്ഞെടുത്തത്. അരവിന്ദാക്ഷനും ഇന്ദിരയും ഒപ്പം ഇരുന്നതേയുള്ളൂ. ഓരോ മാലയും കഴുത്തിലണിന്ന് ഭംഗി നോക്കുമ്പോഴും ഇഷ മൊബൈലിൽ ഫോട്ടോ എടുത്ത് ജയസുധയെ കാണിച്ചു കൊടുത്തു. ഏറെ സമയമെടുത്താണ് 100 പവനിലധികം ആഭരണങ്ങൾ അവർ വാങ്ങിയത്. ഒരുപക്ഷെ തന്നെയാണ് സുദീപ് വിവാഹം ചെയ്തിരുന്നെങ്കിൽ ഇതിന്റെ 4/1 സ്വർണം പോലും തന്റെ ശരീരത്തിലുണ്ടാകുമായിരുന്നില്ല. വിവാഹസാരി തിരഞ്ഞെടുക്കാൻ മറ്റൊരു ദിവസം ഇഷയ്ക്ക് അവരോടൊപ്പം പോകേണ്ടി വന്നു. ഇടയ്ക്ക് ഭംഗിയുള്ള ഒരു സിൽക്ക് സാരി ജയസുധ അവരെ കൊണ്ട് തിരഞ്ഞെടുപ്പിച്ചു. ഇത് ചേച്ചിക്കുള്ള എന്റെ സമ്മാനമാണ്. ഈ സാരി വേണം വിവാഹത്തിന് ചേച്ചി ഉടുക്കാൻ വേണ്ടി. പിന്നീടാണ് ജയസുധ അതിന്റെ ഉദ്ദേശം വെളിപ്പെടുത്തിയത്. സുദീപിന്റെ വധുവിന്റെ സമ്മാനം. എല്ലാവർക്കും ഡ്രസ്സ് എടുത്തു കഴിഞ്ഞപ്പോൾ ജയസുധ രഹസ്യമായ ഒരു ആഗ്രഹം ശ്രുതി അറിയിച്ചു. സുദീപേട്ടന് വേണ്ടി ഒരു ഷർട്ട് വാങ്ങണമെന്നുണ്ട് ചേച്ചി. അതിനെന്ത് വാങ്ങണം? അച്ഛനും അമ്മയും എന്ത് വിചാരിക്കും എന്ന ചമ്മലുണ്ടോ? ഇഷ ചോദിച്ചു. അതല്ല, സൈസ് അറിയില്ലല്ലോ. വാങ്ങിയിട്ടൊടുവിൽ ഉപയോഗിക്കാൻ പറ്റില്ലെന്ന് വന്നാൽ? സൈസ് 40 ആണ്. ഓർക്കാതെയാണ് ഇഷ അത് പറഞ്ഞത്. എങ്ങനെ അറിയാം 40 ആണെന്ന്? സുദീപേട്ടനെ ചേച്ചി കണ്ടിട്ടില്ലല്ലോ. കണ്ടിട്ടില്ലെന്നോ? സുദീപിന്റെ ശരീരത്തിന്റെ അളവുകൾ മറ്റാരേക്കാളും അറിയാവുന്നവളാണ് നിന്റെ അടുത്ത് നിൽക്കുന്നത്. ഓരോരോ അവസരത്തിൽ എത്രയെത്ര ഷർട്ടുകളാണ് അവന് വാങ്ങിക്കൊടുത്തിരിക്കുന്നത്. ഒരു തരം ഭ്രാന്ത് തന്നെയായിരുന്നു അത്. ഉണ്ണിയേട്ടന്റെ അനിയനല്ലേ, സൈസ് 40 തന്നെയായിരിക്കും, ഒരു സംശയവും വേണ്ട, ഇഷ പറഞ്ഞു. ഷർട്ടും പാൻസും ഒന്നും ഞാൻ ഇതുവരെ ആർക്കു വേണ്ടി വാങ്ങിച്ചിട്ടില്ല ചേച്ചി. അതാണൊരു പരിചയക്കുറവ്. ഷർട്ട് മാത്രമാക്കണ്ട, ജീൻസ് മേടിച്ചോ, സൈസ് 34 ആയിരിക്കും. ആത്മവിശ്വാസത്തോടെ ഈശ പറയുന്നത് കേട്ട് ജയസുധ ഒന്ന് പകച്ചു നോക്കി. എന്റെ ഗസ് പലപ്പോഴും തെറ്റാറില്ല ജയെ. ഭാവി ഭർത്താവിന് വേണ്ടി അവൾ 4 ഷർട്ടുകളും ഒരു ജീൻസും വാങ്ങി. ജയസുധയെ ഭാര്യയായി കിട്ടുന്നതുകൊണ്ട് സുദീപിന് ദുഃഖിക്കേണ്ടി വരില്ലെന്ന് ഇഷയ്ക്ക് തോന്നി. സുദീപേട്ടൻ വിളിക്കാറുണ്ട്, അപ്പോൾ പറയും ശ്രുതി ചേച്ചിയുടെ സഹായം കിട്ടിയെന്ന്. ജയസുധ പറഞ്ഞു. അയ്യോ പറയരുത്, സുദീപേട്ടന്റെ അഭിനന്ദനം ജയസുധയ്ക്ക് മാത്രം കിട്ടേണ്ടതാണ്. ഞാൻ ചിത്രത്തിലേയില്ല, മനസ്സിലായില്ലേ?
ഇഷയൊഴിച്ച് ബാക്കി 4 പേരും കൂടി ഒന്നിച്ചിരുന്നാണ് ക്ഷണിക്കേണ്ടവരുടെ ലിസ്റ്റ് തയ്യാറാക്കിയത്. നമ്മുടെ ഭാഗത്ത് നിന്ന് 500-നടുത്ത് ആളുകളുണ്ടാവും. കൃഷ്ണനുണ്ണി ഒരു ഏകദേശ കണക്കെടുത്തു. വിട്ടുപോയ പലരും കാണും. അതുകൊണ്ട് ഫൈനൽ നമ്പർ ഇപ്പോഴേ അരവിന്ദാക്ഷനെ അറിയിക്കേണ്ട, വിശ്വനാഥ പിള്ള പറഞ്ഞു. സുദീപിന്റെ ഫ്രണ്ട്സിന്റെ കണക്ക് ഇതിൽ കൂട്ടിയിട്ടില്ല. ഇൻവിറ്റേഷൻ കാർഡ് മെയിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടവൻ. കൂട്ടുകാർക്ക് അയക്കാനായിരിക്കും, കൃഷ്ണനുണ്ണി അറിയിച്ചു. ബാംഗ്ലൂരിൽ നിന്ന് അവന്റെ ഫ്രണ്ട്സ് വന്നേക്കും. അവർക്കുള്ള താമസം ഒരുക്കണ്ടേ? സുദീപ് വിളിക്കുമ്പോ അക്കാര്യം ചോദിക്കാൻ മറക്കല്ലേ, സബിത പറഞ്ഞു. ബാംഗ്ലൂരിലുള്ള ഫ്രണ്ട്സിനെ ക്ഷണിക്കാൻ അവന് ധൈര്യം കാണുമോ? ഇഷയെയും സുദീപിനെയും അറിയാത്ത ഏത് ഫ്രണ്ടാണ് അവിടെയുള്ളത്? കല്യാണക്കത്ത് പ്രിന്റ് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ ഒരു കോപ്പി ഇഷയെ കൃഷ്ണനുണ്ണി കാണിച്ചു. അവൾ ഇത് വായിച്ചു നോക്കി. അവർ സൺ സുദീപ് വെഡ്സ് ജയസുധ, ഡോട്ടർ ഓഫ് ഇന്ദിര ആൻഡ് അരവിന്ദാക്ഷൻ. അവർ സൺ സുദീപ് വെഡ്സ് ഇഷ, ഡോട്ടർ ഓഫ് ലേറ്റ് ശ്രീലത ആൻഡ് അരവിന്ദൻ. അവൾ ഒന്ന് നെടുവീർപ്പിട്ടു. നന്നായിരിക്കുന്നു. അവളുടെ അഭിപ്രായം കേട്ട് കൃഷ്ണനുണ്ണിയുടെ മുഖം പ്രസന്നമായി. എല്ലാം അവൻ എന്നെ ഏൽപ്പിച്ചിരിക്കുക. ഒന്നിനും ഒരു കുറവുമുണ്ടാകാൻ പാടില്ലല്ലോ. ശ്രുതിയുടെ ഹസ്ബൻഡിന് ഒരു കാർഡ് അയക്കണമെന്ന് അച്ഛൻ പറഞ്ഞു. അവൾ മിണ്ടിയില്ല. അയച്ചു എന്ന് ഞാൻ പറയും. ചോദിച്ചാൽ ഹസ്ബൻഡ് മിക്കവാറും കല്യാണത്തിന് വന്നേക്കും എന്ന് പറയണം. മിക്കവാറുമല്ല, ഉറപ്പായിട്ടും വരും. സുദീപിന്റെ ഫ്രണ്ട്സൊക്കെ വരില്ലേ? അവൾ വെറുതെ എന്ന മട്ടിൽ തിരക്കി. വന്നേക്കും. ഞാൻ ചോദിച്ചപ്പോൾ ആർക്കും ക്രമീകരണങ്ങളൊന്നും ചെയ്യണ്ട എന്നാണ് അവൻ പറഞ്ഞത്. ഒരാളെയും ക്ഷണിക്കാൻ സാധ്യതയില്ല. എന്നാണ് സുദീപ് വരുന്നത്? അവൾ ചോദിച്ചു. മാർച്ച് അവസാനം എന്നാണ് പറഞ്ഞത്. ഡേറ്റ് ഫിക്സ് ആയില്ല. അപ്പോഴേക്ക് ഞാൻ ഇവിടുന്ന് മാറിയാലോ എന്നാണ് ആലോചിക്കുന്നത്. എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും. ഒഴിഞ്ഞൊരു ഫ്ലാറ്റ് കിട്ടാ ബുദ്ധിമുട്ട് വരില്ല. വേണ്ട ശ്രുതി, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇല്ലായിരിക്കും, പക്ഷേ ബന്ധുക്കൾ വരുമ്പോൾ അവർക്ക് അസൗകര്യമാവില്ലേ? തന്നെയുമല്ല, അപരിചിതയായ ഒരു സ്ത്രീ വീട്ടിലുള്ളതിന് സുയിബിദീവിനും സുഖകരമാവില്ല. അത് സാരമില്ല. ഈ അവസ്ഥയിൽ ഒറ്റയ്ക്കൊരു താമസം വേണ്ട. നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ ഡെലിവറിക്ക് 1 മാസം മുമ്പ് ഹസ്ബൻഡ് വന്നു എന്ന് പറഞ്ഞ് ശ്രുതിക്ക് ഹോസ്പിറ്റലിലേക്ക് മാറാം. ഇവിടെ വേണ്ട കാര്യങ്ങൾ ദർശന ചെയ്യും. ഇഷ പിന്നെ വാദിച്ചില്ല. വറചട്ടിയിൽ കിടന്ന് വെന്തു പൊള്ളാനാണ് അവന്റെ വിധിയെങ്കിൽ ആര് വിചാരിച്ചാലും അത് തടയാൻ പറ്റില്ല. കല്യാണ സാരി എടുക്കാൻ ഇഷയെയും കൊണ്ടുപോയി. 7-ാം മാസത്തിന്റെ അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നെങ്കിലും അവൾ കാര്യമാക്കിയില്ല. 1-2 മാസം കൂടി മാത്രമേ ഓഫീസിലേക്ക് ചെല്ലൂ എന്ന് നേരത്തെ തന്നെ അരുണിന് അറിയിപ്പ് കൊടുത്തിരുന്നു. രഹസ്യമായി പ്രസവിച്ചിട്ട് ആരെയും അറിയിക്കാതെ സ്ഥലം വിടുമെന്ന് അയാൾക്കൊരു സൂചന പോലും കൊടുത്തുമില്ല. ദിവസങ്ങൾ അതിവേഗമാണ് വന്നുപോയത്. മാർച്ച് അവസാനം സുദീപ് വരുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും ആ സമയത്ത് വരാൻ സാധിക്കില്ലെന്ന് അവൻ വിളിച്ചു പറഞ്ഞു. സുദീപ് ഏപ്രിൽ 14-നെ വരൂ, കൃഷ്ണനുണ്ണി പറഞ്ഞു. അതെന്താ? വിശ്വനാഥ പിള്ള ചോദിച്ചു. അവന്റെ വർക്ക് തീരാൻ ഒരാഴ്ച കൂടി സമയമെടുക്കുമത്രേ. എയർ ടിക്കറ്റ് കിട്ടിയത് 13-നാണ്. 14-ന് രാവിലെ അവൻ ഇവിടെ എത്തും. അന്ന് വിഷു അല്ലേ? സൗദാമിനിയ ഓർത്തു. അതെ, നല്ല ദിവസമാണ്, സബിത പറഞ്ഞു. വീട്ടിൽ നല്ല വിഷുക്കണിയാവും സുദീപിന്, ഇഷ വിചാരിച്ചു. സാരമില്ല, 2 ആഴ്ച സമയം ബാക്കിയുണ്ടല്ലോ. കല്യാണത്തിന് അത് ധാരാളം, വിശ്വനാഥ പിള്ള ആശ്വസിച്ചു. കല്യാണത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരുന്നു. ഇനി ആ ദിവസം ഇങ്ങെത്തിയാൽ മാത്രം മതി. ബാംഗ്ലൂരിലുള്ള ആരെയും അവൻ മാരേജ് അറിയിച്ചിട്ടില്ല. ഒരു രാത്രി വിളിച്ചപ്പോൾ ജമുന പറഞ്ഞു, ക്ഷണിക്കാൻ സാധ്യതയില്ലല്ലോ. അവന് നല്ല പേടി കാണും. കല്യാണത്തിന് എന്നെ ക്ഷണിക്കുന്നില്ലേ എന്ന് ചോദിച്ച് ഞാൻ അവനൊരു മെയിൽ അയക്കട്ടെ? അവനെ അവിടെ വെച്ച് പേടിപ്പിക്കണോ? ഇഷ സംശയിച്ചു. വേണ്ട അല്ലേ, വിഷുവിന്റെ അമിട്ട് ഈടെ വന്നിട്ട് പൊട്ടിയാൽ മതി, ജമുന പറഞ്ഞു. ഇഷ നിലക്കണ്ണാടിയിൽ നോക്കി. മുഖത്തിന് വലിയ മാറ്റമൊന്നുമില്ല. പക്ഷേ 8 മാസം വലുപ്പമുള്ള വയറുമായി നിൽക്കുന്ന തന്നെ കാണുമ്പോൾ അവൻ തിരിച്ചറിയുമോ? അവൾ കലണ്ടർ പരിശോധിച്ചു. ബുധനാഴ്ചയാണ് വിഷു. അന്ന് പക്ഷേ ഡ്രീം ഹൗസിന് അവധി ദിവസമല്ല. എങ്കിലും അന്ന് ഓഫീസിൽ പോകുന്നില്ലെന്ന് അവൾ തീരുമാനിച്ചു. അവൻ വരുമ്പോൾ താൻ ഇവിടെ ഉണ്ടാവണം. അവനെ കൊണ്ടുവരാൻ സബിതയും ഞാനും കൂടി എയർപോർട്ടിലേക്ക് പോകാം, കൃഷ്ണനുണ്ണി പറഞ്ഞു. ഫ്ലൈറ്റ് എപ്പോഴാ എത്തുക? വിശ്വനാഥ പിള്ള ചോദിച്ചു. പുലർച്ചെ 5:30-ക്കാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ വന്നിട്ടായിരിക്കും. മുകളിലത്തെ നിലയിൽ തൊട്ടടുത്ത മുറിയാണ് സുദീപിന് വേണ്ടി ഒരുക്കിയിരുന്നത്. വയറും വെച്ച് പടികൾ കയറാൻ ബുദ്ധിമുട്ടാണെങ്കിൽ താഴെ സബിതയുടെ മുറിയിലേക്ക് മാറാമെന്ന് അവൾ പറഞ്ഞെങ്കിലും ഇഷ സമ്മതിച്ചില്ല. മുകളിൽ തന്നെയാണ് സൗകര്യം. 13-ാം തീയതി കഴിഞ്ഞ് കൃഷ്ണനും സബിതയും പോയി. എയർപോർട്ടിനടുത്ത് ഹോട്ടലിൽ താമസിച്ചിട്ട് വെളുപ്പിനെ അവനെ വിളിക്കാൻ ചെല്ലാമെന്നായിരുന്നു അവരുടെ പ്ലാൻ. അന്ന് രാത്രിയിൽ ഇഷയ്ക്ക് ഉറക്കം വന്നില്ല. സുദീപിനോടൊപ്പം ചെലവഴിച്ച നിമിഷങ്ങൾ ഒന്നൊന്നായി അവളുടെ ഓർമ്മയിലേക്ക് വന്നുകൊണ്ടിരുന്നു.
പിറ്റേന്ന് രാവിലെ 6 കൃഷ്ണനുണ്ണിയുടെ വിളി വന്നു. അവനെത്തി. ഞങ്ങൾ അങ്ങോട്ട് പുറപ്പെടുകയാണ്. ഇഷ സാരിയാണ് എടുത്തത്. അവൻ വരുമ്പോൾ താഴേക്ക് ചെല്ലുന്നില്ല എന്ന് തീരുമാനിച്ചു. 9 മണിയായപ്പോൾ കൃഷ്ണനുണ്ണിയുടെ കാറ് ഗേറ്റിലൂടെ കയറി വന്നത് മുകളിലത്തെ മുറിയുടെ ജനാലയിലൂടെ ഇഷ കണ്ടു. പോർച്ചിലേക്ക് കാർ വന്നു നിന്നു. സുദീപ് ബാക്ക് സീറ്റിലായിരുന്നു. അയാളാണ് ആദ്യം ഡോർ തുറന്ന് കാറിൽ നിന്നിറങ്ങിയത്. കൃഷ്ണനുണ്ണിയോടൊപ്പം ഫ്രണ്ട് സീറ്റിലായിരുന്നു സബിത. സിറ്റൌട്ടിൽ കാത്തു നിന്നിരുന്ന വിശ്വനാഥ പിള്ളയും സൗദാമിനിയമ്മയുടെ അടുത്തേക്ക് സുദീപ് കയറി ചെന്നു. അച്ഛാ, അയാൾ വിശ്വനാഥ പിള്ളയെ ആലിംഗനം ചെയ്തു. യാത്രയൊക്കെ സുഖമായിരുന്നോ മോനെ? സൗദാമിനിയമ്മ ചോദിച്ചു. സുഖമായിരുന്നമ്മേ, ഒരു കുഴപ്പവും ഉണ്ടായില്ല. അമ്മയ്ക്ക് ഒരു മാറ്റവുമില്ല. പക്ഷെ ഇവന് നല്ല മാറ്റമുണ്ട് അല്ലേ അമ്മേ? കാറിന്റെ ഡിക്കിയിൽ നിന്ന് സുദീപിന്റെ സൂട്ട്കേസ് എടുത്തുകൊണ്ടുവന്ന കൃഷ്ണനുണ്ണി പറഞ്ഞു. നീ കുറച്ചുകൂടി വെളുത്തിട്ടുണ്ട് മോനെ, സന്തോഷത്തോടെ സൗദാമിനിയമ്മ പറഞ്ഞു. ഞാൻ വിചാരിച്ചു സുദീപ് തടിച്ചു കാണുമെന്ന്. പക്ഷേ പഴയ വണ്ണം തന്നെ. കാറിൽ നിന്നിറങ്ങി വന്ന സബിതയുടെ നിരീക്ഷണം അതായിരുന്നു. കുളിക്കണമെങ്കിൽ പോയി കുളിച്ചിട്ട് വാ സുദീപേ, വല്ലതും കഴിച്ചിട്ട് സംസാരിക്കാം. വിശ്വനാഥ പിള്ളയ്ക്ക് വിശക്കുന്നുണ്ടായിരുന്നു. കുളിക്കാതെ പറ്റില്ല. കൃഷ്ണനുണ്ണി കൊണ്ടുവന്ന സൂട്ട്കേസ് സുദീപ് കയ്യിലെടുത്തു. മുകളിലെത്തി നിന്റെ പതിവ് മുറി തന്നെ റെഡിയാക്കിയിട്ടുണ്ട്. തലയിൽ തേക്കാൻ എണ്ണ വേണോ? സബിത ചോദിച്ചു. ഇപ്പം വേണ്ട എടത്തി. മുകളിലത്തെ മുറിയിലിരുന്ന് താഴത്തെ നിലയിൽ നിന്നുള്ള സംസാരം മുഴുവൻ ഇഷ കേൾക്കുന്നുണ്ടായിരുന്നു. സുദീപ് കയറി വരുമ്പോൾ കാണാൻ പാകത്തിന് അവൾ വാതിൽ ചാരി വെച്ചിരുന്നു. കോണിപ്പടികളിൽ നിന്ന് മുകളിലേക്ക് കയറി വരുന്ന കാലച്ച് കേട്ട് അവൾ വാതിലിനടുത്തേക്ക് വന്നു നിന്നു. ഏതോ ചിന്തയിലായിരുന്നതിനാൽ സുദീപ് അവളെ ശ്രദ്ധിച്ചില്ല. അയാളുടെ പതിവ് മുറിയുടെ നേരെ നടന്ന് വാതിൽ തുറക്കാൻ കൈയുയർത്തുന്നതുവരെ അവൾ ക്ഷമിച്ചു നിന്നു. ഹലോ. പെട്ടെന്ന് പിന്നിൽ നിന്ന് ഒരു വിളി കേട്ടപ്പോൾ അയാൾ തിരിഞ്ഞു നോക്കി. ഇഷ അപ്പോൾ മുറിയിൽ നിന്നിറങ്ങി തളത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു. സുദീപ് വിശ്വസിക്കാനാവാതെ പകച്ചു നോക്കുന്നത് കണ്ട് അവൾ പുഞ്ചിരിച്ചു. സംശയിക്കേണ്ട, ഇത് ഞാൻ തന്നെ, ഇഷ അരവിന്ദ്. രക്തം വാർന്നു പോയതുപോലെ അയാളുടെ മുഖം വിളറി. നീ നീ അതെ, ഒക്കെ ദൈവത്തിന്റെ ഒരു കളിയാണ്. അതുകൊണ്ടാണല്ലോ കൃത്യമായി നിന്റെ വീട്ടിൽ തന്നെ നിനക്ക് മുമ്പേ ഞാൻ എത്തിയത്. കാണുന്നത് സത്യമാണോ അതോ ദുസ്വപ്നമാണോ എന്ന് തിരിച്ചറിയാനാവാത്തതുപോലെ അപ്പോഴും അയാൾ അവളെ തുറച്ചു നോക്കി നിന്നതേയുള്ളൂ. അടുത്ത 27-ാം തീയതിയല്ലേ നിന്റെ കല്യാണം? നീ സെലക്ട് ചെയ്ത പെണ്ണു കൊള്ളാം, ജയസുധ. അതോ നിന്റെ അച്ഛനും അമ്മയും കൂടിയാണോ അവളെ കണ്ടുപിടിച്ചത്? പാവം, അവൾക്ക് നിന്റെ സ്വഭാവത്തെക്കുറിച്ച് ഒന്നും അറിയില്ല. ഞാനിതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. കൊട്ടിക്കലാശത്തിന് നീ വരാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ശബ്ദിക്കാനാവാതെ സുദീപ് ഒരു പ്രതിമയെപ്പോലെ സൂട്ട്കേസുമായി നിന്നു. ചെല്ല്, കുളിച്ചിട്ട് ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്ക്. അല്ലെങ്കിൽ ആരെങ്കിലും അന്വേഷിച്ച് മുകളിലേക്ക് വരും. എന്നെ നശിപ്പിക്കാൻ തന്നെയാണോ നിന്റെ ഉദ്ദേശം? അയാൾ സാവധാനം ചോദിച്ചു. എന്നെ നശിപ്പിച്ചവനെ ഞാൻ എന്തിനു വെറുതെ വിടണം? നിന്നെ ഞാൻ വെറുതെ വിടില്ല സുദീപ്. എണ്ണി കണക്ക് പറയിക്കും. ചെല്ല്, അതിനുള്ള സമയമായിട്ടില്ല. ഇഷ അവളുടെ മുറിയിലേക്ക് കയറി വാതിലടച്ചു. അവൾക്ക് ക്രൂരമായ ഒരു തരം ആനന്ദം അനുഭവപ്പെട്ടു. ജമുനയുടെ ഉപദേശം അന്ന് സ്വീകരിച്ചത് നന്നായി. ഇത് സുദീപിന്റെ വീടാണെന്ന് ആദ്യമായി മനസ്സിലാക്കിയ ദിവസം ആരോടുമൊന്നും പറയാതെ സ്ഥലം വിടാൻ ആഗ്രഹിച്ചതാണ്. അതിന് തയ്യാറെടുപ്പ് നടത്തിയതാണ്. പക്ഷേ ഒന്നും നടന്നില്ല. അന്ന് ഒളിച്ചോടി പോയിരുന്നെങ്കിൽ അവനെ മുൾമുനയിൽ നിർത്താൻ ഇന്ന് ഇങ്ങനെയൊരു അവസരം കിട്ടുമായിരുന്നില്ല. ഇനി ഓരോ നിമിഷത്തിലും അവന്റെ ചോരയിൽ ഭീതിയുടെ വിഷം ഇറ്റിച്ചുകൊണ്ടിരിക്കും. ഏറെ നേരം കഴിഞ്ഞാണ് അടുത്ത മുറിയുടെ വാതിൽ തുറക്കുന്ന ശബ്ദം അവൾ കേട്ടത്. അവന്റെ കുളി കഴിഞ്ഞിരിക്കുന്നു. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകും. ഇന്നിനി അവന്റെ തൊണ്ടയിൽ നിന്ന് താഴേക്കിറങ്ങുമോ എന്തെങ്കിലും? ഇഷ എഴുന്നേറ്റു. ഇനി അടുത്ത കളിക്കുള്ള സമയമായി. ഡൈനിങ് റൂമിൽ സുദീപ് ഇരിക്കുന്നു. അവന്റെ മുമ്പിലെ പ്ലേറ്റിലേക്ക് പൂവ് പോലെയുള്ള 3 ഇഡ്ഡലി സൗദാമിനിയമ്മ എടുത്തു വയ്ക്കുന്നു. സബിത തേങ്ങാച്ചെണ്ണി ഒഴിച്ചു കൊടുക്കുന്നു. അടുത്ത മറ്റൊരു ബോളിൽ ചൂട് സാമ്പാർ, പ്ലേറ്റിൽ ഏത്തപ്പഴം വേവിച്ചത്. കുളി കഴിഞ്ഞ് കരയുള്ള മുണ്ടും ഷർട്ടുമാണ് അവൻ ധരിച്ചിരിക്കുന്നത്. പതിവ് പോലെ ഷർട്ടിന്റെ കൈ മടക്കി വെച്ചിരിക്കുന്നു. ഈശ ചെന്നപ്പോൾ അവൻ തല ഉയർത്തി നോക്കി. അവളെ കണ്ട് സൗദാമിനിയമ്മ പുഞ്ചിരിച്ചു. മോൾ സുദീപിനെ പരിചയപ്പെട്ടിട്ടില്ലല്ലോ, വാ ഇരിക്ക്, അവർ ക്ഷണിച്ചു. കണ്ടിട്ടില്ലെങ്കിലും ശ്രുതിയെപ്പറ്റി സുദീപിനറിയാം. ഫോൺ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഗ്ലാസ്സിലേക്ക് ചായ പകർന്നുകൊണ്ട് സബിത പറഞ്ഞു. സുദീപിന്റെ മുഖം കൂടുതൽ മാനമായി. കണ്ടിട്ടില്ലെങ്കിലും സുദീപിനെ എനിക്ക് നല്ലപോലെ അറിയാം. അമ്മയും സബിത ചേച്ചിയും ഈ കക്ഷിയെക്കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ടല്ലോ. കസേര നീക്കിയിട്ട് വലിയ വയറുമായി മേശയുടെ എതിർവശത്ത് ഇഷ അയാൾക്ക് അഭിമുഖമായിരുന്നു. സുദീപിന്റെ അന്താളിപ്പ് അപ്പോഴും മാറിയിരുന്നില്ല. ചട്നിയിൽ മുക്കിയ ഇഡലി കഷ്ണം അയാൾ കഴിക്കാൻ മറന്നു. ജപ്പാനിൽ ഇഡലി കിട്ടുമോ?
അവൾ ചോദിച്ചു. ഇല്ല. ദുർബലമായിരുന്നു അയാളുടെ സ്വരം. പിന്നെന്താ കഴിക്കാത്തത്? അതോ നമ്മുടെ നാടൻ ഭക്ഷണമൊക്കെ വെറുപ്പായോ? കളിമട്ടിൽ അവൾ ചോദിച്ചു. കൊള്ളാം, വെറുക്കാനോ? ഒട്ടേരിപ്പിന് 10 ഇഡ്ഡലി വരെ അവൻ തിന്നിട്ടുണ്ട്. അത് പറഞ്ഞ് സൗദാമിനിയമ്മ ചിരിച്ചു. അയാൾ കഴിക്കാൻ തുടങ്ങി. പണ്ടത്തേതിലും സുദീപ് വെളുത്തിട്ടുണ്ട് അല്ലേ അമ്മേ? സബിത കണ്ടുപിടിച്ചു. ശരിയാ, വെളുത്തിട്ടുണ്ട്. പക്ഷെ നിനക്കെന്താ മോനെ ഒരു സന്തോഷമില്ലാത്തേ? വന്നു കയറിയപ്പം ഇങ്ങനല്ലായിരുന്നല്ലോ, അമ്മ ചോദിച്ചു. ഞാനായിരിക്കും കാരണക്കാരി, ഇഷ പെട്ടെന്ന് പറഞ്ഞു. സുദീപ് ഞെട്ടലോടെ അവളെ നോക്കി. അതിന് മോളെന്ത് ചെയ്തു? ഞാൻ ഈ വീട്ടിലില്ലായിരുന്നെങ്കിൽ സുദീപിന് സന്തോഷമായേനെ. ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരധികപ്പറ്റ്. ഇഷ എഴുന്നേറ്റു. ഏയ്, അതൊന്നുമല്ല. ശ്രുതി എവിടെ ഇരിക്കെ? യാത്ര ചെയ്ത് വന്നതിന്റെ ക്ഷീണമാ സുദീപിന്. സബിത അവളെ പിടിച്ചിരുത്തി. അല്ല ചേച്ചി, ഞാനൊരു അപരിചിതയല്ലേ സുദീപിന്. എന്റെ മുമ്പിൽ വെച്ച് മനസ്സ് തുറന്ന് സംസാരിക്കാൻ മടി കാണും. ഞാൻ പോയേക്കാം. സൗദാമിനിയമ്മയും സബിതയും തടഞ്ഞെങ്കിലും അവൾ കോണിപ്പടി കയറി മുകളിലേക്ക് പോയി. തൽക്കാലം ഇത്രയും മതി, ബാക്കി പിന്നീട്. അപ്പോഴാണ് ഫോണ് ബെല്ലടിച്ചത്. ഞാൻ പോയി നോക്കിയിട്ട് വരാം. സബിത എഴുന്നേറ്റ് ഡ്രോയിങ് റൂമിലേക്ക് പോയി. എങ്ങനെയാമ്മേ ഈ ശ്രുതി ഇവിടെ വന്നത്? സബിതയുടെ കൂട്ടുകാരി സുരഭിയുടെ അനിയത്തിയെ അവൾ. ദുബായിലെ അവളുടെ ഭർത്താവ് ഇവിടെ ചവിട്ടുവരിയിലോ മറ്റോ സ്ഥലം മേടിച്ച് അവർ വീട് വെക്കുന്നുണ്ട്. അത് പൂർത്തിയാകുന്നതുവരെ അവൾക്ക് താമസിക്കാൻ വല്ലൊക്കെ വാടക വീടോ ഹോസ്റ്റലോ തരപ്പെടുത്തി കൊടുക്കണമെന്ന് പറഞ്ഞു. ഈ കഥ തന്നെയാണ് സബിതയുടെ ടീം ഫോൺ ചെയ്ത് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഹോസ്റ്റലിലും വാടക വീടുമൊന്നും നോക്കണ്ട, ഇവിടെ താമസിച്ചോളാൻ. ഇവിടെ ആണെങ്കിൽ 2-3 മുറി ഒഴിഞ്ഞു കിടക്കുകയല്ലേ. അവൾക്ക് സുരഭി എന്നൊരു ചേച്ചിയില്ല. അവൾക്ക് സഹോദരങ്ങളെ ഇല്ല. പിന്നെ എന്ത് തന്ത്രം ഉപയോഗിച്ചാണ് അവൾ ഇവിടെ കയറിപ്പറ്റിയത്? എങ്ങനെയാണ് അവൾ ഈ വീട് കണ്ടുപിടിച്ചത്? സബിതേടത്തിയുടെ കൂട്ടുകാരി സുരഭി. അപ്പോൾ സബിതേടത്തിക്കും ഈ കള്ളക്കളിയിൽ എന്തോ പങ്കുണ്ട്. പക്ഷെ അവൾ ശ്രുതിയല്ല, ഇഷയാണെന്ന് സബിതേടത്തിക്ക് അറിയാൻ സാധ്യതയില്ല. അറിയാമായിരുന്നെങ്കിൽ ഇവിടെ താമസിപ്പിക്കുകയില്ലായിരുന്നു. ജയസുധയുടെ അമ്മയെ വിളിച്ചത്. സുദീപ് വന്നൊന്നറിയാനായിരിക്കും, സൗദാമിനി അമ്മ ഊഹിച്ചു. അതെ, അവർക്ക് ഇങ്ങോട്ട് വരാനാണെന്ന് തോന്നുന്നു. ജയസുധയ്ക്ക് ഇരിപ്പുറയ്ക്കുന്നില്ലായിരിക്കും, സബിത കളി പറഞ്ഞു. പക്ഷേ സുദീപിന് ചിരി വന്നില്ല. എന്തൊക്കെ രഹസ്യങ്ങളാണ് സബിതയെടുത്തി നിങ്ങൾ മനസ്സിലൊളിപ്പിച്ചിരിക്കുന്നത്? ഉണ്ണിയേട്ടനും അതിൽ പങ്കു കാണാതിരിക്കില്ല. സബിതയെടുത്തി മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ലത്. ഒന്നുകിൽ അവൾ ഈ കല്യാണം മുടക്കും, അല്ലെങ്കിൽ ഇവിടെ സ്ഥിരതാമസമാക്കും. രണ്ടിനുമുള്ള തുറപ്പുചീട്ട് അവളുടെ കയ്യിലുണ്ടല്ലോ. സുദീപ് പെട്ടെന്ന് എഴുന്നേറ്റു. എന്താ, മതിയാക്കിയോ? നിരാശയോടെ സൗദാമിനിയമ്മ ചോദിച്ചു. മതി, വിശപ്പില്ല. യാത്രാക്ഷീണം കാണും, അവൻ കുറച്ചുറങ്ങട്ടെ. ഉച്ചയ്ക്ക് നേരത്തെ ചോറ് കൊടുക്കാം, സബിത പറഞ്ഞു. കൃഷ്ണനുണ്ണി ഓഫീസിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. സുദീപിന് കാർ ആവശ്യമുണ്ടാകുമെന്ന് കരുതി അയാൾ ബൈക്കിലാണ് പോയത്. വിശ്വനാഥ പിള്ളയോട് അല്പനേരം സംസാരിച്ചിരുന്നിട്ടാണ് സുദീപ് മുകളിലേക്ക് പോയത്. അയാൾ ചെന്നപ്പോൾ ഇഷയുടെ മുറി അറിഞ്ഞു കിടക്കുകയായിരുന്നു. സുദീപ് വരുന്നത് പ്രമാണിച്ച് അവൾ അന്ന് ലീവ് എടുത്തതായിരുന്നു. ശാരീരിക സ്ഥിതി അനുവദിക്കുന്നത് വരെ ഓഫീസിൽ പോകാൻ തന്നെയായിരുന്നു അവളുടെ തീരുമാനം. കിടന്നിട്ട് സുദീപിനൊന്നും മയങ്ങാൻ പോലും കഴിഞ്ഞില്ല. തൊട്ടടുത്ത മുറിയിൽ ഒരു ടൈം ബോംബ് അതിന്റെ കൗണ്ട് ഡൗൺ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. അപ്പോ പിന്നെ മനസ്സമാധാനത്തോടെ എങ്ങനെ ഉറങ്ങാൻ കഴിയും? സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ച് അയാൾ സങ്കല്പിച്ചു നോക്കി. ഒന്നുകിൽ അവൾ താനുമായി ഉണ്ടായിരുന്ന ബന്ധം വെളിപ്പെടുത്തും. അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ കാരണക്കാരൻ താനാണെന്ന് പറയും. ജയസുധയുടെ വീട്ടുകാർ അത് വിശ്വസിച്ചാൽ കല്യാണം നടക്കില്ല. അവർ വിശ്വസിച്ചില്ലെങ്കിൽ നേരത്തെ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ വിവാഹം നടക്കും. പക്ഷേ ജയസുധയുടെ മനസ്സിൽ സംശയം ഒരു കറുത്ത പൊട്ടുപോലെ എന്നും കിടക്കും. ഒരു പക്ഷേ തന്നെ ഭീഷണിപ്പെടുത്തി മനസ്സമാധാനം നഷ്ടപ്പെടുത്തി ശിക്ഷിക്കണമെന്ന് മാത്രമേ അവൾക്ക് ഉദ്ദേശം കാണൂ. എങ്കിൽ ആരും ഒന്നും അറിയില്ല. അതോ അവളും സിറിലും ചേർന്നുമുള്ള ഒത്തുകളിയാണോ ഈ നാടകം? എങ്ങനെയാണ് അവൾ ഈ വീട്ടിൽ കയറിക്കൂടിയതെന്നറിഞ്ഞാൽ പല സംശയങ്ങൾക്കും ഉത്തരം കിട്ടും. ഉത്തരങ്ങളുടെ താക്കോൽ സബിതയുടെ തീരെ കയ്യിൽ കാണാതിരിക്കില്ല. സൂട്ട്കേസിൽ ഒരു കുപ്പി സ്കോച്ച് ഇരിപ്പുണ്ട്. പക്ഷേ ഗ്ലാസ് വേണം, ഐസും വേണം. താഴേക്ക് ഇറങ്ങിച്ചെല്ലാൻ വയ്യ. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വിളിക്കാൻ സബിതയുടെ മുകളിലേക്ക് കയറി വന്നു. അപ്പോൾ തന്നെ കാര്യങ്ങൾ ചോദിച്ചാലോ എന്ന് സുദീപിന് തോന്നി. വീട്ടിൽ വെച്ച് സംസാരിക്കാതിരിക്കുന്നതായിരിക്കും ബുദ്ധി. തൊട്ടടുത്ത മുറിയിൽ അവളുണ്ട്. മനസ്സ് തുറക്കാൻ സബിതയുടെ തയ്യാറായെന്ന് വരില്ല. കുറച്ച് ഡ്രസ്സ് മേടിക്കണമെന്നുണ്ട്. എടത്തി കൂടെ ടൗണിലേക്ക് വരാമോ? സുദീപ് ചോദിച്ചു. അതിനെന്താ, വരാലോ, അവൾ സമ്മതിച്ചു. ഊണ് കഴിഞ്ഞ് പോയാലോ? പോകാം. ജയസുധയ്ക്ക് വേണ്ടിയാണോ? അതെ. ഊണ് കഴിക്കാൻ നേരം ഭാഗ്യത്തിന് ഇഷ ഡൈനിങ് റൂമിൽ ഉണ്ടായിരുന്നില്ല. അവളുടെ കാര്യം അയാൾ തിരക്കിയുമില്ല. 3 മണിയായപ്പോഴേക്ക് സബിത പുറത്തു പോകാൻ തയ്യാറായി. ഇഷ അപ്പോഴും അവളുടെ മുറിയിലായിരുന്നു. പക്ഷെ അവളെല്ലാം അറിയുന്നുണ്ടായിരുന്നു.
കാറിൽ സുദീപിനോടൊപ്പം മുൻസീറ്റിലാണ് സബിത ഇരുന്നത്. മുനിസിപ്പൽ മൈതാനത്തിന്റെ അടുത്ത് തിരക്കില്ലാത്ത റോഡിലെത്തിയപ്പോൾ അയാൾ ഓരം ചേറി വണ്ടി നിർത്തി. ചോദ്യഭാവത്തിൽ സബിത അയാളെ നോക്കി. എനിക്കൊരു കാര്യമറിയാനുണ്ട്. അയാളുടെ സ്വരത്തിലെ ഗൗരവം മനസ്സിലാക്കിയപ്പോൾ അവൾ ഒന്ന് പകച്ചു. എന്താ സുദീപ്? ആരാണ് ആ ശ്രുതി? അപ്രതീക്ഷിതമായിരുന്നു സബിതയ്ക്ക് ആ ചോദ്യം. അവൾ എന്റെ ഒരു കൂട്ടുകാരിയുടെ അനുജത്തിയാണ്. ഏത് കൂട്ടുകാരി? നീ അറിയില്ല. പാലക്കാട്ട് സുരഭി എന്നൊരു കൂട്ടുകാരിയുണ്ട് എനിക്ക്. ഏടത്തിക്ക് ഓർമ്മക്കുറവ് കാണും, പക്ഷെ എനിക്ക് നല്ല ഓർമ്മശക്തിയുണ്ട്. സുരഭി ചേച്ചി ഒരിക്കൽ ബന്ധുവിന്റെ കല്യാണത്തിന് പങ്കെടുക്കാൻ ഇവിടെ വന്നപ്പോ ഞാനും ഉണ്ടായിരുന്നു. ചേച്ചിക്ക് 2 ആങ്ങളമാരേയുള്ളൂ, അനിയത്തിയില്ല. പക്ഷെ അത് അവളുടെ അമ്മയുടെ അനിയത്തിയുടെ മോൾ. സബിത ഉരുണ്ടു കളിച്ചു. അച്ഛനും അമ്മയും പാവങ്ങളാ, എന്ത് നുണ പറഞ്ഞാലും അവർ വിശ്വസിക്കും. എന്നോട് ആ കളി വേണ്ട. സുരഭി ചേച്ചിയുടെ നമ്പർ ദാ, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. അമ്മയുടെ അനിയത്തിക്ക് ശ്രുതി എന്ന് പേരുണ്ട മോളുണ്ടോന്ന്. സബിത നിസ്സഹായതയോടെ അയാളെ നോക്കി. എനിക്കറിയണം അവൾ ആരാണെന്നും എങ്ങനെയാണ് അവൾ നമ്മുടെ വീട്ടിൽ താമസമാക്കിയതെന്നും. അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടിൽ ചെന്ന് ഞാൻ അവളെ അടിച്ചിറക്കും. ഏട്ടത്തി പറഞ്ഞതെല്ലാം പച്ചക്കള്ളമാണെന്ന് അച്ഛനും അമ്മയും അറിയുകയും ചെയ്യും. സുദീപിന്റെ ആ ഭീഷണിയേറ്റു. അയ്യോ, അങ്ങനെയൊന്നും ചെയ്യല്ലേ, ഞാൻ എല്ലാം പറയാം. ഭീതിയോടെ അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കി. പറ, എല്ലാം എനിക്കറിയണം, അയാൾ ആവശ്യപ്പെട്ടു. ഒരിക്കൽ ഒരു കല്യാണത്തിൽ പങ്കെടുത്തിട്ട് വരുമ്പോഴാണ് റോഡരികിൽ തലചുറ്റി വീണിയെടുക്കുന്ന ശ്രുതിയെ ഉണ്ണിയേട്ടനും ഞാനും കണ്ടത്. ഞങ്ങൾ അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ദർശനയായിരുന്നു ഡ്യൂട്ടി ഡോക്ടർ. അവളാണ് പറഞ്ഞത് ശ്രുതി പ്രഗ്നന്റ് ആണെന്ന്. പിന്നീടുണ്ടായ കാര്യങ്ങൾ അവൾ കഴിയുന്നത്ര ചുരുക്കി സുദീപിനോട് പറഞ്ഞു. അവൾ പ്രസവിക്കുന്ന കുഞ്ഞിന് ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞപ്പോൾ അച്ഛനോടും അമ്മയോടും ചില നുണകൾ പറയേണ്ടി വന്നു. എല്ലാം കേട്ട് സുദീപ് സ്തബ്ധനായിരുന്നു. നല്ലവളാണ് ശ്രുതി. അച്ഛനും അമ്മയ്ക്കും വലിയ ഇഷ്ടമാണ് അവളെ. അതുപോലെ അവൾ അവരെയും സ്നേഹിക്കുന്നുണ്ട്. ജയസുധയ്ക്ക് സ്വന്തം ചേച്ചിയെപ്പോലെയാണവൾ. ഡ്രസ് എടുക്കാനും സ്വർണം വാങ്ങാനുമൊക്കെ ശ്രുതിയെയാണ് അവർ ഒപ്പം കൊണ്ടുപോയത്. ഏതോ ഒരു മനസാക്ഷിയില്ലാത്തവൻ അവളെ ചതിച്ചു എന്നല്ലാതെ. സുദീപ് മിണ്ടിയില്ല. വേണമെങ്കിൽ നിനക്ക് അവളെ വീട്ടിൽ നിന്ന് ഇറക്കിവിടാം, അച്ഛനും അമ്മയും സമ്മതിക്കുമെങ്കിൽ. ഞാനും ഉണ്ണിയേട്ടനും തടയുകയില്ല. അയാള് കാറ് സ്റ്റാർട്ട് ചെയ്ത് മെല്ലെ മുമ്പോട്ടെടുത്തു. സുദീപാണ് ആദ്യം ഡോർ തുറന്ന് കാറിൽ നിന്നിറങ്ങിയത്. ഗേറ്റ് കടന്ന് കാർ അകത്തേക്ക് കയറി വന്നപ്പോൾ മുകൾ നിലയിലെ ജനാലയുടെ അടുത്ത് ഇഷ നിൽക്കുന്നുണ്ടായിരുന്നു. കാറിൽ നിന്നിറങ്ങുന്ന സുദീപിനെയും സബിതയെയും അവൾ കണ്ടു. 2 പേരുടെയും മുഖത്ത് പ്രസന്നത ഉണ്ടായിരുന്നില്ല. കാറിന്റെ ബാക്ക് സീറ്റിൽ നിന്ന് ഏതോ തുണിക്കടയിൽ നിന്ന് ഷോപ്പിംഗ് നടത്തിയ 2 പ്ലാസ്റ്റിക് കവറുകൾ സുദീപ് എടുത്തു. എല്ലാവർക്കും വേണ്ടുന്ന വസ്ത്രങ്ങൾ വിവാഹസാരി എടുക്കാൻ പോയ അന്ന് തന്നെ വാങ്ങിയിരുന്നു. പിന്നെ ഇതിപ്പോൾ ആർക്കു വേണ്ടിയാണ്? ഇഷ താഴേക്ക് ഇറങ്ങിച്ചെന്നില്ല. അല്പനേരം കഴിഞ്ഞപ്പോൾ സബിത മുകളിലേക്ക് കയറി വന്നു. അവളുടെ മുഖം വല്ലാതെ വിളറിയിരുന്നു. എന്തുപറ്റി ചേച്ചി, സുഖമില്ലേ? ഇഷ ചോദിച്ചു. ഒന്നുമില്ല. വീണ്ടും ഷോപ്പിങ്ങിന് പോയോ? നമ്മൾ എല്ലാവർക്കുമുള്ളത് വാങ്ങിച്ചിരുന്നല്ലോ. സബിത തളർച്ചയോടെ കസേരയിലിരുന്നു. ആ വാതിലടിച്ചേക്ക്. ഇഷ ചെന്ന് വാതിലടിച്ച് ബോൾട്ടിട്ടു. എന്തുപറ്റി ചേച്ചി? അവൾ ചെന്ന് സബിതയ്ക്ക് അഭിമുഖമായി ബെഡിലിരുന്നു. സുദീപ് എല്ലാം അറിഞ്ഞു. എന്തറിഞ്ഞെന്ന്? സുരഭിയുടെ അനുജത്തിയല്ല ശ്രുതിയെന്ന്. എങ്ങനെയാണ് നീ ഈ വീട്ടിൽ വന്നതെന്നും എന്തിനാണ് എല്ലാവരോടും നുണ പറഞ്ഞ് ഉണ്ണിയേട്ടനും ഞാനും കൂടി നിന്നെ എവിടെ താമസിപ്പിച്ചിരിക്കുന്നതെന്നും. അവളെ നോക്കി ഇഷ ഒരു നിമിഷമിരുന്നു. സബിത ചേച്ചിയിൽ നിന്ന് സുദീപ് രഹസ്യം ചോർത്തിയെടുത്തതിൽ അത്ഭുതമൊന്നുമില്ല. പക്ഷേ എല്ലാ കാര്യങ്ങളും ചേച്ചി പറയേണ്ടിയിരുന്നില്ല. ഒരു പരിചയവുമില്ലാത്ത ഒരാളെ എന്തിന് ഈ വീട്ടിൽ താമസിപ്പിച്ചു എന്ന് ചോദിച്ചാൽ ഞാൻ എന്തു മറുപടി പറയും? സബിത ചേച്ചിയെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. എന്നിട്ട് എന്തായിരുന്നു സുദീപിന്റെ പ്രതികരണം? എന്തൊക്കെയോ അവൻ ഉള്ളിൽ ഉറപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒന്നും പറഞ്ഞില്ല. കല്യാണം നടക്കാൻ പോകുന്ന വീടാണിത്. അഹിതമായൊന്നും സംഭവിക്കാതിരുന്നാൽ മതിയായിരുന്നു. ഞാൻ ഇവിടുന്ന് പോയാൽ പ്രശ്നങ്ങളെല്ലാം തീരുമെങ്കിൽ. സബിത അവളെ പകച്ചു നോക്കി. ശ്രുതി എവിടേക്ക് പോകും? വന്നിടത്തേക്ക് തന്നെ. അവിടെ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ കുഞ്ഞ്? ആവശ്യക്കാർ ഇഷ്ടം പോലും കാണും ചേച്ചി. സബിത ഒന്ന് ഞെട്ടി. അമ്മ എന്ന നിലയിലുള്ള സെന്റിമെന്റ്സ് ഒന്നും എനിക്കില്ല ചേച്ചി. കുഞ്ഞുങ്ങളില്ലാത്ത ഒരു നല്ല കപ്പിൾസിനെ കണ്ടുപിടിക്കാൻ പ്രയാസമൊന്നുമില്ല. ഓർഫനേജിലൊന്നും ആ കുഞ്ഞിനെ ഞാൻ ഏൽപ്പിക്കുകയില്ല. സബിത പെട്ടെന്ന് അവളുടെ കൈ പിടിച്ചു. എടുത്തു ചാടി ഒന്നും ചെയ്യണ്ട. ഉണ്ണിയേട്ടൻ വന്നിട്ട് ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. എടുത്തു ചാടി ഞാൻ ഒന്നും ചെയ്യുകയില്ല. ചേച്ചി പേടിക്കണ്ട. നിങ്ങൾക്കാർക്കും ഞാനൊരു പ്രോബ്ലം ആവുകയില്ല. ഇരു ചെവി അറിയാതെ ഞാൻ ഇവിടുന്ന് പൊയ്ക്കൊള്ളാം. സുദീപ് നിർബന്ധപ്പെടുകയാണെങ്കിൽ. ഇഷയുടെ കയ്യിൽ ഒന്ന് അമർത്തിപ്പിടിച്ച് സബിത താഴേക്ക് ഇറങ്ങിപ്പോയി. പാവ്യം സബിത ചേച്ചി. ഇഷ ഒന്ന് പുഞ്ചിരിച്ചു.
സബിത താഴെ ചെന്നപ്പോൾ സ്വീകരണ മുറിയിൽ സുദീപ് ഉണ്ടായിരുന്നു. അവരുടെ കണ്ണുകൾ പരസ്പരം കൂട്ടിമുട്ടി. അവൾ എന്തു പറഞ്ഞു? ഉണ്ണിയേട്ടൻ വരട്ടെ, ഒരു തീരുമാനമുണ്ടാക്കാം. കല്യാണം കഴിഞ്ഞാൽ മുകളിലത്തെ നിലയിൽ ആ സ്ത്രീയുണ്ടെങ്കിൽ എനിക്കും ജയസുധയ്ക്കും അത് അസൗകര്യമുണ്ടാകും. അയാൾ പറഞ്ഞു. അവളെ താഴത്തെ മുറിയിലാക്കാം. കല്യാണത്തിന് എന്റെ സുഹൃത്തുക്കളും നമ്മുടെ ബന്ധുക്കളും വീട്ടിൽ വരും. ആ സ്ത്രീ ആരാണെന്ന് പലരും ചോദിക്കും. വിശ്വസനീയമായൊരു മറുപടി കൊടുക്കാൻ പറ്റുമോ ഏടത്തിക്ക്? അവൾ മിണ്ടിയില്ല. നിറവയറുമായൊരു ഗർഭിണി. ഈ വീട്ടിൽ അവൾ ഒരു ഐശ്വര്യക്കേടാണ്. ഏടത്തിക്ക് പറയാൻ വയ്യെങ്കിൽ ഞാൻ പറയാം അവളോട്. അയ്യോ വേണ്ട, ഞാൻ സംസാരിച്ചോളാം. അച്ഛനും അമ്മയും ഇതൊന്നും അറിയരുത്. ഈ സമയത്ത് വീട്ടിലൊരു അലോസരമുണ്ടാക്കുന്നത് ഒന്നുകൊണ്ടും നല്ലതല്ല. അവൾ അപേക്ഷിച്ചു. അതെന്താ ഞാനും പറയുന്നത്. നമ്മുടെ സന്തോഷത്തിനും സ്വാതന്ത്ര്യത്തിനും വിലങ്ങുതടിയായ ഒരന്യ സ്ത്രീ ഈ വീട്ടിൽ വേണ്ട. പുറത്തുനിന്ന് അപ്പോഴാണ് സൗദാമിനി അമ്മയും വിശ്വനാഥ പിള്ളയും വന്നത്. ആരുടെ കാര്യമാ മോനെ നീ പറയുന്നേ? അവർ ചോദിച്ചു. മിണ്ടല്ലേ എന്ന അർത്ഥത്തിൽ സുദീപിനെ സബിത നോക്കി. ഒരു ജോലിക്കാരിയെ നിർത്തിയാലോ എന്ന് സുദീപിനോട് ഞാൻ പറയുകയായിരുന്നമ്മേ. കല്യാണമല്ലേ വരുന്നത്. ഗസ്റ്റുകൾ വരുമ്പോൾ കാപ്പിയും ചായയും ഊണുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് രണ്ടുപേർക്കും അടുക്കളയിൽ തന്നെ നിന്നാ മതിയോ? സബിത പെട്ടെന്ന് പറഞ്ഞു. അത് നേരാ. ആളുകൾ വരുമ്പോൾ അവരെ സ്വീകരിക്കാൻ നമ്മൾ വേണ്ടായോ? അവർ അനുകൂലിച്ചു. ആരെങ്കിലും കിട്ടുമോ എന്ന് നോക്കാമോളെ, അവൻ അങ്ങനെയൊക്കെ പറയൂ. സുദീപ് ഒന്നും പറയാതെ പുറത്തേക്കിറങ്ങി കാർ ഓടിച്ച് പോയി. സബിതയ്ക്ക് ഒരു മനസ്സമാധാനവും കിട്ടിയില്ല. എങ്ങനെ ശ്രുതിയെ വീട്ടിൽ നിന്ന് പറഞ്ഞുവിടും? കൈവിട്ടു പോയാൽ പിന്നെ അവളെ ഒരിക്കലും കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. സന്ധ്യ വരെ വെള്ളം കോരിയിട്ട് സന്ധ്യയാകുമ്പോൾ കുടമുടച്ചു കളയുന്നത് ബുദ്ധിയാണോ? ആരുടെയൊക്കെ കണ്ണു കെട്ടിയിട്ടാണ്? സുരഭിയുടെ അനുജത്തി എന്ന് പറഞ്ഞ് ശ്രുതിയെ പരിചയപ്പെടുത്താമെന്ന് തീരുമാനിച്ച നിമിഷത്തെ അവൾ ശപിച്ചു. സുദീപിന് സംശയം തോന്നിയത് ആ ഒരൊറ്റ കാരണത്താലാണ്. സബിത മൊബൈലെടുത്ത് കൃഷ്ണനുണ്ണിയെ വിളിച്ചു. ഞാൻ ഇത്തിരി തിരക്കിലാണല്ലോ, എന്താ വിശേഷം? അയാൾ ചോദിച്ചു. വിശേഷമുണ്ട് ഉണ്ണിയേട്ടാ, തിരക്കാണെങ്കിൽ വെച്ചോളൂ, വന്നിട്ട് സംസാരിക്കാം. എന്തെങ്കിലും അത്യാവശ്യ കാര്യമാണോ? അല്ല, ഉണ്ണിയേട്ടന്റെ കൂടി സ്വസ്ഥത തൽക്കാലം നശിപ്പിക്കേണ്ട എന്ന് വിചാരിച്ച് അവൾ പറഞ്ഞു. കൃഷ്ണനുണ്ണി അന്ന് പതിവിലും നേരത്തെ വീട്ടിലെത്തി. എന്താ നീ പറഞ്ഞ വിശേഷം? അയാൾ ചോദിച്ചു. ഉണ്ണിയേട്ട വാ. അവൾ അയാളെ അവരുടെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ശ്രുതിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് സുദീപിനോട് പറയേണ്ടി വന്നു. എന്തിന്? സുദീപുമായുള്ള സംസാരം മുഴുവൻ അവൾ അയാളെ ധരിപ്പിച്ചു. എത്രയും വേഗം അവളെ ഇവിടുന്ന് പറഞ്ഞുവിടണമെന്നാ അവൻ പറയുന്നത്. അവളെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നതിന് വ്യക്തമായ കാരണമുണ്ടെന്ന് അവനോട് പറഞ്ഞില്ലേ നീ? പറഞ്ഞു. എന്നിട്ടും അവനത് അങ്ങോട്ട് ബോധ്യപ്പെടുന്നില്ല. അവനെന്തിനാണ് ഇത് ഇത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കൃഷ്ണനുണ്ണി താടി തടവി അല്പനേരം ഇരുന്നു. ശ്രുതിയെ നമ്മൾ എങ്ങോട്ടും പറഞ്ഞു വിടുന്നില്ല. ഒടുവിൽ അയാൾ തീരുമാനമറിയിച്ചു. ഉണ്ണിയേട്ടാ. വിശ്വാസം വരാതെ സബിത വിളിച്ചു. ഇത് എന്റെ വീടാണ്. ഇവിടെ എന്റെ ഇഷ്ടം മാത്രമേ നടക്കൂ. പക്ഷേ ഒരു പക്ഷേയുമില്ല. അവനോട് നീ പറഞ്ഞേക്ക് ശ്രുതി അവൾക്ക് ഇഷ്ടമുള്ള കാലത്തോളം ഇവിടെ താമസിക്കുമെന്ന്. വേണ്ട ഉണ്ണിയേട്ടാ, ഒരു ഏറ്റുമുട്ടലിന് പറ്റിയ സമയമല്ലിത്. സുദീപിനോട് സമാധാനമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് വേണ്ടത്. അവനെന്തോ തെറ്റിദ്ധാരണയുണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് നമ്മൾ മാറ്റണം. സബിത പറഞ്ഞു. എന്ത് തെറ്റിദ്ധാരണ? അതെനിക്കറിയില്ല. എന്തെങ്കിലും കാണും. അല്ലെങ്കിൽ പിന്നെ ശ്രുതിയോട് അവൻ ഇത്ര ശത്രുത തോന്നാൻ കാരണം എന്താണ്? കൃഷ്ണനുണ്ണി ഒരു നിമിഷം ആലോചിച്ചു. അവനെവിടെ? അച്ഛനെയും അമ്മയും കൊണ്ട് എവിടെ പോയിരിക്കുകയാണ്. ശ്രുതി മുകളിലുണ്ട്. ഇന്ന് വേണമെങ്കിൽ ഇന്ന് പോകാൻ തയ്യാറാണെന്നാ അവൾ പറയുന്നത്. എന്തായാലും ഞാൻ അവനോടൊന്ന് സംസാരിക്കട്ടെ. സന്ധ്യയായി സൗദാമിനിയമ്മയും വിശ്വനാഥ പിള്ളയും സുദീപും വന്നപ്പോൾ രണ്ടുപേരുടെയും ചില പരിചയക്കാരുടെ വീടുകളിൽ അവനെയും കൊണ്ട് പോയതായിരുന്നു അവർ. കല്യാണം ക്ഷണിച്ചിട്ടാണ് അവർ മടങ്ങിയത്. കുളി കഴിഞ്ഞ് സ്വീകരണ മുറിയിലിരുന്ന് TV കാണുകയായിരുന്നു അപ്പോൾ ഇഷ. അവരവിടെ കണ്ട് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. മോൾ എവിടെ ഇരുന്നോ? വലിയ വയറും കൊണ്ട് എഴുന്നേക്കണ്ട. സൗദാമിനി അമ്മ അവളെ തടഞ്ഞു. ഇഷയെ രൂക്ഷഭാവത്തിൽ ഒന്ന് നോക്കിയിട്ട് സുദീപ് തിടുക്കത്തിൽ കോണിപ്പടി കയറി മുകളിലേക്ക് പോയി. ക്ഷണമൊക്കെ മിക്കവാറും എല്ലാം തീർന്നു മോളെ. ഇനി വല്ലതും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഓർമ്മ വന്നാ വിളിക്കാം. സൗദാമിനി അമ്മ അവളുടെ അടുത്തിരുന്നു. സബിതേ, ഒരു ചായ വേണമല്ലോ. വിശ്വനാഥ പിള്ള വിളിച്ചു പറഞ്ഞു. പോയിടത്തെങ്ങും ചായ കിട്ടിയില്ല അച്ഛാ, ഇഷ കളിമട്ടി ചോദിച്ചു. എല്ലാരും മധുരമിട്ട ചായയാണ് കൊണ്ടുവന്നേ. ഞാൻ കുടിച്ചില്ല. വേറെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞെങ്കിലും ഞാൻ സമ്മതിച്ചില്ല. അദ്ദേഹം ചിരിച്ചു. സബിത വേഗം ചായ ഉണ്ടാക്കി കൊണ്ടുവന്ന് അച്ഛനും അമ്മയ്ക്കും കൊടുത്തു. ശ്രുതിക്ക് വേണോ? വേണ്ട ചേച്ചി. കൃഷ്ണനുണ്ണി കോണിപ്പടി കയറിയപ്പോൾ മുകളിലേക്ക് പോയി. അല്പനേരം കഴിഞ്ഞപ്പോൾ സബിത അയാളെ അനുഗമിച്ചു. സബിത ചെന്നപ്പോൾ സുദീപിന്റെ മുറിയിലുണ്ടായിരുന്നു കൃഷ്ണനുണ്ണി. ഇത്ര വിവരവും വിദ്യാഭ്യാസവും ലോകപരിചയവും ഉണ്ടായിട്ടും ഉണ്ണിയേട്ടൻ ഈ മണ്ടത്തരത്തിന് കൂട്ടുനിന്നല്ലോ.
ഊരും പേരും അറിയാത്ത അഴിഞ്ഞാടി നടന്ന ഏതോ വ്യക്തിയെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നു. ബുദ്ധിയുള്ള ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ ഇത്? ക്ഷോഭത്തോടെ സുദീപ് ചോദിക്കുന്നു. ചാരിയിരുന്ന കതക് തുറന്ന് സബിത അകത്ത് കയറിയിട്ട് വാതിലടച്ചു. നീ പറയുന്ന തരത്തിലുള്ള പെണ്ണല്ല ശ്രുതി. ആളിനെ കണ്ട പെരുമാറ്റം നിരീക്ഷിച്ചാൽ നമുക്കറിയാൻ പറ്റും ഒരാളിന്റെ വ്യക്തിത്വം. കൃഷ്ണനുണ്ണി അനുജന്റെ വാദത്തെ എതിർത്തു. അഴിഞ്ഞാടി നടന്നവളല്ലെങ്കിൽ പിന്നെ അവളെങ്ങനെ ഭർത്താവില്ലാതെ ഗർഭിണിയായി? നിന്നെപ്പോലുള്ള ഏതെങ്കിലും മാന്യൻ അവളെ പറഞ്ഞു പറ്റിച്ചതാണെങ്കിലോ? കൃഷ്ണനുണ്ണിക്ക് ദേഷ്യം വന്നു. സുദീപിന്റെ മുഖം വിളറി. അബദ്ധം പറ്റിയതിനെ വീണ്ടും വീണ്ടും ന്യായീകരിക്കില്ല ഉണ്ണിയേട്ടാ. അവൾ പറഞ്ഞതെല്ലാം നിങ്ങൾ രണ്ടുപേരും കണ്ണുമടച്ച് വിശ്വസിച്ചു. കുഞ്ഞിനെ തരാമെന്ന് അവൾ പറഞ്ഞതെന്താ? അത് പിഴച്ചുണ്ടായതുകൊണ്ടാണ്. അതിൽ നിന്നറിയാമല്ലോ അവളുടെ സംസ്കാരം. അബദ്ധം ആർക്കും സംഭവിക്കാം സുദീപേ. ശരി, അവൾ ഒരു ക്രിമിനൽ അല്ലെന്ന് ആർക്കറിയാം? ചതിച്ചവനെ കൊന്നിട്ട് ഒളിച്ചോടി പോന്നവളാണ് അവളെങ്കിലോ? നാളെ പോലീസ് വന്ന് കയ്യാമം വെച്ച് അവളെ കൊണ്ടുപോയാൽ സംരക്ഷണം കൊടുത്ത നമ്മളും അകത്താകും. കൃഷ്ണനുണ്ണി ഒന്നും മിണ്ടിയില്ല. ചിലപ്പോൾ ഭർത്താവുമായി എന്തെങ്കിലും കാര്യത്തിന് പിണങ്ങി വീട്ടിൽ നിന്നിറങ്ങിപ്പോന്നവളാകാനും മതി. അയാൾ തപ്പിപ്പിടിച്ച് വന്ന് അവളെ കൊണ്ടുപോയാൽ നിങ്ങൾക്ക് ആ കുഞ്ഞിനെ കിട്ടുമോ? ഭീതിയോടെ സബിത കൃഷ്ണനുണ്ണിയെ നോക്കി. അല്ലെങ്കിൽ തന്നെ അഡോപ്ഷന് ഇന്ത്യയിൽ വ്യക്തമായ ചില നിയമാവലിയുണ്ട് ഉണ്ണിയേട്ട. അത് പാലിക്കപ്പെടാതെ കുഞ്ഞിനെ ദത്തെടുക്കുന്നത് ക്രിമിനൽ കുറ്റമാണ്. ആരെങ്കിലും പരാതി കൊടുത്താൽ പോലീസ് വന്ന് കുഞ്ഞിനെ കൊണ്ടുപോകും. നിങ്ങൾ അകത്താകുകയും ചെയ്യും. സുദീപ് പിന്നെയും ഭയപ്പെടുത്തി. നീ എന്താണ് പറഞ്ഞു വരുന്നത്? ഒടുവിൽ കൃഷ്ണനുണ്ണി ചോദിച്ചു. അവളെ എത്രയും വേഗം ഇവിടുന്ന് പറഞ്ഞു വിടണം. ശരി, ഞാനൊന്ന് ആലോചിക്കട്ടെ. എല്ലാം കേട്ട് ഇഷ മുറിയുടെ വെളിയിൽ ഭിത്തിയിൽ ചാരി നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ മെല്ലെ അവളുടെ മുറിയിലേക്ക് കയറി വാതിൽ ശബ്ദമുണ്ടാക്കാതെ അടച്ചു. അന്ന് രാത്രിയിൽ അവൾ ഉറക്കം പിടിച്ചു തുടങ്ങിയപ്പോൾ വാതിലിൽ ആരോ മുട്ടുന്നത് പോലെ അവൾക്ക് തോന്നി. ചെവി വട്ടം പിടിച്ചപ്പോൾ തോന്നലല്ല, ആരോ മുട്ടുന്ന ശബ്ദം കേൾക്കുന്നുവെന്ന് അവൾക്ക് മനസ്സിലായി. കൈനീട്ടി സ്വിച്ചിൽ വിരലമർത്തി. മുറിയിൽ വെളിച്ചം പരന്നു. അവൾ മെല്ലെ എഴുന്നേറ്റ് ചെന്ന് വാതിലിന്റെ ബോൾട്ടുകൾ എടുത്തു. കതക് തുറന്നു നോക്കിയപ്പോൾ വെളിയിൽ സുദീപ് നിൽക്കുന്നു. അവൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും മുമ്പ് അയാൾ ബലമായി അകത്തേക്ക് കയറി വന്ന് വാതിലടച്ചു. ഇഷ അയാളെ പകച്ചു നോക്കി. ഞാൻ വിചാരിച്ചതിലും സമർത്ഥയാണ് നീ. എന്റെ വീട് കണ്ടുപിടിച്ച് നീ ഇവിടെ എത്തി. ഉണ്ണിയേട്ടന്റെ കാറിന്റെ മുമ്പിൽ ബോധക്ഷയം അഭിനയിച്ച് വീണു. ഈ കള്ളക്കഥ പറഞ്ഞ് സഹതാപം നേടി വീട്ടിൽ കടന്നുകൂടി. ഇതാരുടെ ബുദ്ധിയാണ്? നിന്റെയോ അതോ അവന്റെയോ? കണ്ണിമ വെട്ടുമുമ്പ് ഇഷ അയാളുടെ കവിളിൽ ആഞ്ഞടിച്ചു.